പോയാല് ഹേമ കമ്മിറ്റിയിൽ വരും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ആരും പേര് പറയാനില്ല. കാരണം ഞാനിപ്പോൾ പല പേര് പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്ക് വേണ്ടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും തെരുവിളിയാണ്. ഒന്നും പറയാൻ പാടില്ല. നമ്മുടെ ലോകം കണ്ട് ഏറ്റവും മികച്ച നടനാണ് മോഹൻലാൽ, യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി ദൈവമൊന്നല്ല. പണ്ട് ഒരു കാലത്ത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ ചുറ്റുള്ള ഒരു ഗ്യാങ്ങാണ് പുള്ളി നശിപ്പിക്കുന്നത്. പുള്ളിയെ ചുറ്റും ഞാൻ തുറന്നു പറയാം, ആൻഡി ബെൻബാറാണ് മോളെ നശിപ്പിക്കുന്നത്. മോളെ ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. കംഫർട്ട് സോണിലാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി അങ്ങനെയല്ല. മമ്മൂട്ടിക്ക് മോഹൻലാലിൽ അത്രയും കഴിവൊന്നുമില്ല. മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. മമ്മൂട്ടിക്ക് ആക്ഷൻ റോൾ ചെയ്യാൻ പറ്റില്ല, റൊമാൻസ് പറ്റില്ല, സ്റ്റണ്ട് പറ്റില്ല, പിന്നെ എന്താണ് പാട്ട് പാടാൻ പറ്റില്ല, ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ലിമിറ്റേഷൻ നടന്നാണ്. മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ആസ് എൻ ആക്ടർ. നായിക ആര് വേണമെന്നാണ് ആഗ്രഹം? ആര് വേണമെന്ന്? അനാർക്കലി മർക്കാർ. ലൈഫിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി? അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. തോൽവിയാണ് ഞാൻ എന്തൊരു തോൽവിയാണ്. ഇതെല്ലാം നിർത്തിയാലും ആലോചിച്ചിട്ട് ഈ പോപ്പുലർ മൂവി റിവ്യൂ എല്ലാം നിർത്തിയാലും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നാലും എസ് പറഞ്ഞെങ്കിൽ അതെന്താ നോ പറയുന്നേ? ഇനി അവരെന്ത് യേസാണോ എന്ത് പറഞ്ഞ കാര്യമില്ല. എനിക്ക് താല്പര്യമില്ല. പോയി എത്ര പുറകെ വന്നാലും താല്പര്യമില്ല. ഐ ലോസ്റ്റ് മൈ ലവ് ടുവേഴ്സ് നിത്യ മേനോൻ. അപ്പൊ അതിലേ നോക്കുന്ന കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരും നല്ല ബോഡി ഷേപ്പുള്ള പെൺകുട്ടികളെയും കാണുമ്പോഴേ എന്നെ പോയിട്ട് ക്രഷാണ്, ക്യൂട്ടാണ്, ഹോട്ടാണെന്നൊക്കെ പറയുന്നത്. സാധാരണ നിത്യ മേനോൻ എന്ത് ബോഡി ഷേപ്പ് ഉള്ളത്? ഒരു ബോഡി ഷേപ്പ് പോലും ഇല്ല. സംസാരിച്ചപ്പോൾ ഡീസന്റ് ആയിട്ടൊക്കെയാ സംസാരിച്ചത്. പുറമേ എങ്ങനെയെന്ന് എനിക്ക് അവന് എന്താണ് ഈ മൈമനമ്പിയാണ് കൈ കൊടുത്തപ്പോ അവന് സുഖം കിട്ടിയത്. ഇനി ആൾക്കാർ കൈ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. കൈ കൊടുക്കുന്ന ഈ അമ്മയും പെങ്ങളും ഒക്കെ തിരിച്ചറിയുന്നവരിങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നാണ് എന്റെ. എന്ത് ചെയ്യാൻ? ആണുങ്ങൾക്ക് വികാരം കൂടിപ്പോയി. ആർട്ടന് എത്ര ലസ്റ്റ് ഉണ്ടായിരുന്നു? എനിക്ക് മെയിൻലി ലവ് തന്നെ. എന്നെ ആൾക്കാർ വിളിച്ചോണ്ട് ലസ് ലവ് എന്ന് കളിയാക്കുകയായിരുന്നു. ഹണി റോസിന് എന്താ അഭിനയ കഴിവുള്ളത്? ഹണി റോസിന് അഭിനയിക്കാന്ന് അറിയില്ല. ഒരു ഇന്റർവ്യൂ സെക്സ് എഡ്യൂക്കേഷനിലായിട്ട് വെച്ചിട്ട് വേറൊരുത്തിരി അടുത്ത് പോകുന്നത് കഴപ്പ് തന്നെയാണ്. അത് ഹോർമോൺ ഒന്നും അല്ല, അടിച്ചു വെച്ച് കൊടുക്കേണ്ട പരിപാടിയാണ്. ഞാൻ പറ്റേ വീട്ടിലെ പെങ്ങൾക്ക് ഷേക്കൻഡ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വികാരം വരുമോ? ഇല്ല, വരില്ല. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആമ്പിള്ളേരെ മാത്രമാണ് അവർക്ക് വികാരം കൂടുതൽ, പെണ്ണുങ്ങൾ പോയി നിങ്ങൾ പറയാം അവള് പോക്കേസാന്നാണല്ലോ. ശരിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കാണിച്ച ഒരു ആൺകുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പൗരസ്റ്റാണ് പറയും, പെൺകുട്ടി ചെയ്താൽ പിഴയാന്ന് പറയും. പൊതുവേ ഇപ്പൊ നിങ്ങൾ ഭയങ്കര മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്നു ഒരാള്, സ്ലീവ്ലെസ് ആണ്. ആണുങ്ങൾ നിങ്ങൾക്ക് ഇത് ഇടുകയും ചെയ്യണം, ആണുങ്ങൾ നോക്കാനും പാടില്ല പറഞ്ഞെങ്കിൽ ശരിയാവും. ഞാൻ പാടില്ല നോക്കരുതെന്ന്. ഞാൻ അങ്ങനൊന്നും പറ്റില്ല. നോക്കിക്കോ, വല്ലതും പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ പൊട്ടിക്കും. അവന്റെ വീട്ടിൽ നല്ല ഞാൻ മേടിക്കുന്നത്, ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന എന്റെ ഡ്രസ്സ് എന്റെ ഇഷ്ടത്തിനല്ല. അവൻ അവൻ വീട്ടിൽ പോയിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യും. എല്ലാരും നിങ്ങളെ പോലെ ആയിരിക്കും. ടീച്ചറെ പോലെ ഇത്രയും ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഒരു കാര്യം. ഹായ് ഹലോ, ഞാൻ അശ്വതി. ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ്സിൽ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു തിയേറ്ററിൽ പോയാലും ആളവിടെ ആദ്യം കാണും. ഇപ്പൊ തന്നെ മനസ്സിലാക്കാണ്, മൂവി റിവ്യൂവർ ആണ്, വേറെ ആരുമല്ല, ആറാട്ടണ്ണൻ. വെൽക്കം ടു ദ ഷോ. ഹായ്. സുഖം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ലാതെ പോകുന്നു. ഏതാ ലാസ്റ്റ് കണ്ട മൂവി? സൂക്ഷ്മദർശിനി. റിവ്യൂ ഒക്കെ കൊടുത്തോ? ഉഗ്രം പടം. നസ്രിയ ആരാടിയുണ്ട്. നസ്രിയ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായി. വളരെ ക്യൂട്ടായിട്ടുള്ള ആളാണ്. ക്രഷ് അടിച്ചോ? പണ്ട് ഫാദർ കല്യാണിന് മുമ്പ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പകുതി കെട്ടിയില്ലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ? എനിക്ക് അങ്ങോട്ട് താല്പര്യം, ഇങ്ങോട്ട് വരണുണ്ട്. അങ്ങോട്ടുണ്ടായിരുന്നു. വളരെ ക്യൂട്ടാണ്, കാണാനുള്ള സോങ് ക്യൂട്ടാണ്. ഇപ്പോഴും ആ കുട്ടിത്തമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ ക്യൂട്ടാണെന്ന്? ഞാൻ കണ്ടിട്ടൊന്നുമില്ല, നേരിട്ട് കണ്ടൊന്നുമില്ല. ഫാദറിന് കല്യാണിന് മുമ്പ് എനിക്ക് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങോട്ടുണ്ടായിരുന്നു. എനിക്കെന്നല്ല, കേരളത്തിലെ മിക്ക ആൾക്കാർക്കും ഉണ്ട്. ഇനിയിപ്പോ തോന്നിയിട്ട് എന്ത് കാര്യം? ഫാദർ കൊണ്ടുപോയില്ലേ? അല്ലെങ്കിൽ തോന്നിയ കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് തിരിച്ച് ഇഷ്ടപ്പെടണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരുപാട് ഇഷ്ടമുണ്ട്. ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇപ്പം വേറെ ആരാ ക്രഷ്? ഇപ്പൊ ആരുമില്ല, മതിയായി. ക്രഷിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഒരു ന്യൂസ് കണ്ട് മീനെ കല്യാണം കഴിക്കാൻ. പണ്ടത്തെ അല്ലേ, പഴയ ന്യൂസ് അല്ല. ഇല്ല, മീനെ കല്യാണം കഴിക്കാൻ പണ്ട് പറഞ്ഞ കാര്യം പിന്നെ ഇട്ടതാണ്. ആണോ? അപ്പൊ ഇപ്പൊ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നിലവിൽ ആരും ക്രഷും ഇല്ല. ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ ഇടയ്ക്ക് ഐശ്വര്യലക്ഷ്മിയെ കണ്ട് ഉമ്മ വെക്കണമെന്നോ? അതല്ല വെറുതെ ഉണ്ടാക്കുന്നില്ല. ഐശ്വര്യലക്ഷ്മി അവര് എനിക്ക് കയ്യിൽ തന്നതാണ്. അതിന്റെ രണ്ടാമത്തെ വേറെ കാര്യം ബെസ്റ്റ് ചെയ്തോണ്ട് അവർക്ക് തരാം, മിസ്സായതാണ്. എന്തുവാ? കയ്യറാൻ വേറെ കാര്യം ബെസ്റ്റ് ചെയ്തതാണ്. അവർ ജാടകാൻ ചോദിച്ചല്ല. ഓക്കെ. പക്ഷെ വേറെന്തോ ഞാൻ കണ്ടായിരുന്നു, ഐശ്വര്യലക്ഷ്മി ഉമ്മ കൊടുക്കണമെന്നോ? അത് പണ്ട് പറഞ്ഞ കാര്യമാണ്. എല്ലാം പണ്ടൊന്നും അത് പണ്ട് പറഞ്ഞ കാര്യം പിന്നെ രണ്ടാമത് റീൽസിൽ പറഞ്ഞാണ്. അത് പിന്നെ വീണ്ടും പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം എന്നിട്ട് ഐശ്വര്യലക്ഷ്മി
അടുത്ത് ഇപ്പൊ ക്രഷ് ഒന്നുമില്ല ആരോടും ഇല്ല. ആരോടും ഇല്ല. ഇനിയിപ്പോ നാളെ വേറെ ആൾക്കാർ ആയിക്കോളൂ അല്ലേ? വേണമെങ്കിൽ ഉണ്ടാവാം, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതുപോലെ പ്രണയമന സംഭവം എപ്പോ വേണമെങ്കിൽ ഉണ്ടാവാം. ഇതുപോലെ എത്ര റിജക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ക്രഷ്? റിജക്ഷനേ വന്നിട്ടുള്ളൂ, എല്ലാം റിജക്ഷനാണ്. അക്സെപ്റ്റൻസ് ഒന്നും വന്നെങ്കിൽ ക്രഷിന് വേണ്ടി നിൽക്കും. ഒരാൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതോടെ, എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതോടെ തീർന്നു. ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഈ സെലിബ്രിറ്റീസിന്റെ അടുത്ത് പോയി സെലിബ്രിറ്റീസ് പറയുന്നത് എത്രയോ സാധാരണ പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞു? താല്പര്യമില്ല. ഓക്കെ. അപ്പം വീട്ടില് കല്യാണം ആലോചിക്കൊന്നും ഇല്ല, ഇപ്പൊ അറേഞ്ച് മാരേജ് അങ്ങനെ? നമ്മളിപ്പോ ഈ പ്രായമായി, ഇപ്പൊ 37 വയസ്സായി, സിക്സ് പാക്ക് ബോഡി ഒന്നും ഇല്ല. 37 ഇപ്പോ? സിക്സ് പാക്ക് ബോഡി ഒന്നും ഇല്ല ഇപ്പത്തെ പെൺകുട്ടികൾക്ക് വേണ്ട. സിക്സ് പാക്ക് ബോഡി ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. നല്ല മനസ്സ്, നല്ല ക്യാരക്ടർ ആണ്. അത് പണ്ടത്തെ പെൺകുട്ടികൾക്ക്. ഇല്ല, ഞാൻ എന്റെ ക്യാരക്ടർ അങ്ങനെയാ. ഞാൻ നോക്കുന്നത് നല്ല മനസ്സൊക്കെയാ. ഇപ്പത്തെ പെൺകുട്ടികൾ നോക്കുന്നത് സിക്സ് പാക്ക് ബോഡിയും പിന്നെ നമുക്ക് കാസ്റ്റും ഇതൊക്കെയാണ് നോക്കുന്നത്. ആർട്ടനും അതിലേ നോക്കുന്ന കാണാൻ കൊള്ളാവുന്നുള്ള പെൺപിള്ളേരും നല്ല ബോഡി ഷേപ്പുള്ള പെൺകുട്ടികളെയും കാണുമ്പോഴേ എന്നെ പോയിട്ട് ക്രഷാണ്, ക്യൂട്ടാണ്, ഹോട്ടാണെന്നൊക്കെ പറയുന്നത്. സാധാരണ നിത്യമേനോട് എന്ത് ബോഡി ഷേപ്പ് ഉള്ളത്? ഒരു ബോഡി ഷേപ്പും ഇല്ല. നിത്യമേന കാണാൻ നൈസല്ലേ, പിന്നെ ഫിലിം ഒരു ആക്ടറും കൂടെ. എനിക്ക് അതുകൊണ്ടൊന്നല്ല, എനിക്ക് ആസ് എ പേഴ്സണൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം എല്ലാം റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രസ് വന്നിട്ട് കാര്യമില്ല, നടക്കത്തില്ല. ഇനി പെരേരയ്ക്ക് ചാൻസ് ഉണ്ട്. പെരേരയ്ക്ക് എന്ത് ചാൻസാ? ഞാൻ ഇങ്ങനത്തെ കാര്യം തുറന്നു പറയും. പെരേര ഇങ്ങനത്തെ കാര്യം തുറന്നു പറയില്ല. പെരേര സ്ത്രീ വിഷയത്തിൽ ഒരു വലിയ ആൾ തന്നെയാണ്. ഭയങ്കര താല്പര്യം പുള്ളിക്കാം. പക്ഷെ പുള്ളി ആരും പറയില്ല, പബ്ലിക്കിൽ പറയില്ല. അങ്ങനെ താല്പര്യം കാണിച്ച ആർത്തേനും പോയിട്ടുണ്ടോ പുള്ളി? പുള്ളിക്ക് എല്ലാം ഒപ്പിക്കണം നല്ല ആഗ്രഹമുണ്ട്. എന്തോന്ന് ഒപ്പിക്കണം? ഡിംഗോളിഫിക്കേഷൻ. അതിന്റെ ആശാനാണ്, അതിന്റെ ആശാനാ പുള്ളി. പുറമെ പബ്ലിക്കിൽ പറയില്ല. ഞാനെല്ലാം തുറന്നു പറയാം, അതുകൊണ്ട് മോശക്കാരനായി. അവനൊന്നും തുറന്നു പറയാത്തതുകൊണ്ട് അവൻ മാന്യനായി. പക്ഷെ പുള്ളി എന്നോട് സംസാരിച്ചപ്പോ ഡീസന്റ് ആയിട്ടൊക്കെയാ സംസാരിച്ചത്. പുറമെ എങ്ങനെയെന്ന് എനിക്ക് അവന് എന്താണ് ഈ മൈമാനമ്പിയാണ് കൈ കൊടുത്തപ്പോ അവന് സുഖം കിട്ടിയെന്ന് അങ്ങനെ പറഞ്ഞ പാട്ടിയാണ്. കൈ കൊടുത്തപ്പോ അവന് കുറച്ച് സുഖം കിട്ടിയെന്ന് ഇത് ആറട്ടനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു ആറട്ടൻ? ഇത് അവന് ഈ കയ്യിലോട് നമ്മള് നിഷ്കളമായിട്ട് കൈ കൊടുക്കുന്നു, ഇവൻ കൈ കൊടുക്കുന്നത് ഇതിനു വേണ്ടിയല്ല. അപ്പൊ ഉപദേശിച്ചിട്ടൊന്നുമില്ലേ? ഫ്രണ്ട് അല്ലേ? അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് നില നമ്പ്യാറാണ്. നില നമ്പ്യാറിനെ അറിയില്ലേ? നില നമ്പ്യാർ അവന് ഭയങ്കര വീക്ക്നെസ് ആണ്. ഫാൻ ബോയ് ഒന്നല്ല, മറ്റേ രീതിയിലോ? നിങ്ങൾ എന്താണ് ഈ ഡിങ്കു വന്നിട്ട് കേൾക്കോ? ഡിങ്കോൾഫി മറ്റേത് എന്താണ്? ഡിങ്കോൾഫി മറ്റേത് എനിക്ക് ഡിങ്കോൾഫി അറിയില്ലേ? സെക്സ് ചെയ്യുന്ന കാര്യം. അവന് നില നമ്പ്യാരോട് ഭയങ്കര അട്രാക്ഷൻ ആണ്. അവൻ നില നമ്പ്യാർ ഓർത്ത് പ്രവർത്തിക്കാറുണ്ട്. എന്നോട് പറഞ്ഞാണ്. അവൻ ഭയങ്കര കള്ളനാണ്. ഇതൊന്നും അവൻ ഭയങ്കര കള്ളനാണ്. ഇങ്ങനത്തെ കാര്യമൊന്നും പബ്ലിക്കിൽ പറയില്ല. പബ്ലിക്കിൽ പറയുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാൻ എല്ലാവരും ഒരു മോശക്കാരനായി തുറന്നു പറഞ്ഞുകൊണ്ട്. ഇങ്ങനത്തെ അട്രാക്ഷൻ എല്ലാവർക്കും. എന്തിനാണ് ഈ സെക്സ്വൽ സംഭവത്തിൽ ഇത്ര മോശം കണക്കാക്കുന്നത്? എല്ലാവർക്കും ഉള്ള വികാരമല്ലേ? ഒരു ലിപ് ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സെക്സ് ചെയ്യുക, കിസ് ചെയ്ത് ഇത്ര മോശ കാര്യമാണ്. അന്യരയാ കിട്ടാത്ത സാധനം ഇതിന് ഇത്ര ഒരാണും പെണ്ണും മ്യൂസിക് കൾച്ചർ ചെയ്യേണ്ട കുഴപ്പം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ഇവിടുത്തെ റിലീജിയൻസും മതങ്ങളും മറ്റേക്കൽ ഇത്ര മോശം കണക്കാക്കണം. ഇപ്പൊ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നി, ഐ ലൈക്ക് ടു സെക്സ് വിത്ത് യു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പറയാൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് പറയാം, പെൺകുട്ടികൾക്ക് ആണുങ്ങൾ പറയാം. പക്ഷെ ആൺകുട്ടികൾ പെണ്ണുങ്ങൾ പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ പുതിയ ജനറേഷൻ പിള്ളേരുടെ കുറച്ച് അസൂയുണ്ട്. അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എല്ലാം ഉണ്ട്. അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല. പഴയ ജനറേഷൻ ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമാണ്. അത് അവർ കുറ്റപ്പെട്ട് കാര്യമില്ല, അവർ സാഹചര്യം എങ്ങനെയായി പോയി. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആർട്ടൻ കാണുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ എന്റെ കേസിൽ ലവ് ആണ്, ലസ്റ്റ് അല്ല. അപ്പൊ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പ്രണയം എന്ന് പറയുമ്പോൾ മനുഷ്യനാകുമ്പോ ലവ് ഉണ്ടാവും, ലസ്റ്റും ഉണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, ആരടുത്ത് വേണം തോന്നാം. പക്ഷെ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം സെക്സ് മാത്രമല്ലല്ലോ. രണ്ടുപേർക്കും സ്നേഹവും കാര്യങ്ങളും എന്നെ സംബന്ധിച്ചോളം ലവ് ആണ്. പക്ഷെ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഈ സെക്സ് എന്ന് പറഞ്ഞ കാര്യം. എനിക്ക് 6 വർഷത്തോളം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നിത്യമേന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ അതുവരെ ലവ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലവ് വർക്കൗട്ട് ആവില്ല പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരോട് എനിക്ക് തോന്നിയത്. ലവ് ഒരാളോടെ തോന്നുള്ളൂ, ലസ്റ്റ് എത്ര ഉണ്ടാവാം.
അപ്പൊ എത്ര പേർക്ക് തോന്നി ലെസ്റ്റ്? ഒരുപാട് പേര് തോന്നിയിട്ടുണ്ട്. എത്ര പേര്? ഞാൻ ഇപ്പോൾ ലവ് വിട്ടിരിക്കുകയാണ്, കാരണം ലവിൽ കാര്യമില്ല. പുതിയ ജനറേഷൻ പിള്ളേരെല്ലാം അങ്ങനെയല്ല. അവർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു വിഷമവുമില്ല. ബ്രേക്കപ്പ് ആയ ഒരു വിഷമവുമില്ല. ട്രൂ ലവ് ആണെങ്കിൽ ബ്രേക്കപ്പ് ആകുമ്പോൾ പ്രശ്നമുള്ളൂ. ട്രൂ ലവിനോട് ട്രൂ ലവ് കോൺസെപ്റ്റ് ഇനി വർക്ക് അതല്ല ഞാൻ ഇന്ന് വർക്കൗട്ട് ആവില്ല. ഞാൻ ട്രൂ ലവ് കാണിച്ചാണ് കുറെ അനുഭവിച്ചതാണ്. ഇനിയുള്ള കാലത്ത് ഇത് നടക്കുള്ളൂ. ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ്, പിന്നെ അടുത്ത ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട്, അങ്ങനെ പോകുക. കല്യാണത്തിനോട് താല്പര്യമില്ല. കല്യാണം, കുട്ടികൾ, കുടുംബം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടല്ലോ. ആണുങ്ങൾക്ക് കല്യാണിക്കാൻ താല്പര്യമുണ്ട്, പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത്? അവർക്ക് കരിയറാണ് ഇമ്പോർട്ടൻ്റ്. കരിയർ അത് കൂടുതൽ അവർക്ക് മറ്റു പെണ്ണിനെ ഒപ്പിക്കുക, ഒരു ബോയ് ഫ്രണ്ടിനെ വെക്കും. ഇതാണ് നടത്തുന്നത്. അവർക്ക് അവരുടെ കരിയർ ഇമ്പോർട്ടൻ്റ്, മറ്റു പെണ്ണിനെ ഒപ്പിക്കുക, ഒരു ബോയ് ഫ്രണ്ടിനെ വെക്കും. അവർക്ക് കല്യാണം താല്പര്യമില്ല. പിള്ളേരുണ്ടാണെങ്കിൽ അവർ പിള്ളേരെ അഡോപ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ ഒരുപാട് പെൺകുട്ടികളെ അവർക്കൊന്നും കല്യാണം വേണ്ട. അത് വളരെ പ്രാക്ടിക്കലായി തിങ്കിങ് ആണ്. അവരവരുടെ കരിയർ വെച്ച് അവർക്ക് ആശനാകുന്നു, പേരുണ്ടാക്കുന്നു, പോകുന്നു. മറ്റു പേടിക്ക് ഒരു ബോയ് ഫ്രണ്ടിന് വെക്കുന്നു. പിന്നെ പിള്ളേരുണ്ടാവണം ആഗ്രഹം പറഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നടക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ പറയുന്ന സിനിമയിൽ നടക്കുന്ന കാര്യം. എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല, മെജോറിറ്റി എല്ലാവരും അല്ല, മെജോറിറ്റി മെജോറിറ്റി നല്ല പെൺകുട്ടികളും ഉണ്ട്. ഇത് മോശമാണ് ഞാൻ പറയുന്നില്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നെ പോലെ ആൾക്കാരല്ല ട്രൂ ലവ് പറഞ്ഞ എത്ര വിഷമിച്ചത്. നിത്യമേനോൻ കേസിൽ എത്ര വിഷമിച്ചതാ. അതല്ല എപ്പോഴേ വിട്ടു. കരഞ്ഞോ? കുറെ കരഞ്ഞിട്ടില്ല, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമം പറഞ്ഞാൽ ഈ ട്രൂ ലവ് ഒന്നും നടക്കില്ല. അല്ല ഔട്ട്ഡേറ്റഡായി. നിത്യമേനോൻ എസ് പറഞ്ഞിരുന്നെങ്കിലോ? ഇപ്പൊ എസ് പറഞ്ഞ കാര്യമില്ല, എനിക്ക് താല്പര്യമില്ല. പണ്ടാണെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളല്ല. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, അവർ ആ പ്രസ് കോൺഫറൻസ് കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ ഇപ്പൊ എന്നാലും എസ് പറഞ്ഞെങ്കിൽ അതെന്താ നോ പറയുന്നേ? ഇനി അവരെന്ത് എസ് നോ എന്ത് പറഞ്ഞ കാര്യമില്ല, എനിക്ക് താല്പര്യമില്ല. പോയി എത്ര പുറകെ വന്നാലും താല്പര്യമില്ല. ഐ ലോസ്റ്റ് മൈ ലവ് ടുവേഴ്സ് നിത്യമേനോൻ. നിത്യമേനോന്റെ ലവ് എനിക്ക് നഷ്ടപ്പെട്ടു. വിഷമമുണ്ടല്ലേ? ഇപ്പോൾ വിഷമമൊന്നുമില്ല. പണ്ട് അവരെ കുറിച്ച് ചില പല ആണുങ്ങളും വേറെ രീതിയിൽ കാണുന്നു പറയുമ്പോൾ വിഷമം തോന്നുന്നതായിരുന്നു. ഇപ്പോൾ ഒരു വിഷമമില്ല. അവരിവിടെ വന്ന് എന്നെ കുറിച്ച് പലതും പറഞ്ഞല്ലോ, അതിനുശേഷം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം റിയൽ ആയിട്ടൊരു പെണ്ണ് വന്നിട്ട് എനിക്ക് 6 എണ്ണനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അണ്ണൻ എന്ത് പറയും? ആ കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ആ കുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി. പക്ഷെ അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിലോട്ട് പോയാൽ ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ നിർത്തുമോ? അതിനോടൊപ്പം നിർത്തേണ്ട ആവശ്യം എന്താണ്? വേറെ ജോലി എനിക്ക് ഓൾറെഡി ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്നത്, ഇതൊന്നും നിർത്തേണ്ട ഒരു ആവശ്യമില്ല. എന്താ ഇപ്പൊ ചെയ്യുന്ന കറന്റ്? ഇപ്പൊ മന്ത്ലി ഡോക്ടറേറ്റ് PhD ചെയ്തോണ്ടിരിക്കുകയാണ്. PhD ചെയ്തോണ്ടിരിക്കുക. അതിൻ്റെ സ്കോളർഷിപ്പ് എല്ലാം ഉണ്ട്. ഞാൻ പല കാര്യം മെയിൻറ്റെയിൻ ചെയ്യാണ്. പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ മന്ത്ലി ഇൻകം എത്രയാണ് 6 എണ്ണന്റെ? മന്ത്ലി സ്കോളർഷിപ്പിന് 45,000, യൂട്യൂബ് ഫേസ്ബുക്കിന് 30,000, 75,000. ടോട്ടൽ എത്ര കിട്ടും ഒരു മാസം? 75,000. 75,000 ഒക്കെയാണ് ഇപ്പം അണ്ണന്റെ ഇൻകം. ഇപ്പൊ പെൺപിള്ളേര് പറന്ന് വരും, ഗവൺമെന്റ് ജോലിയൊന്നും വേണ്ട. ആ പെൺപിള്ളേരെ സ്നേഹിക്കുന്നത് എന്നെയല്ല, പണത്തെയാണ്. അങ്ങനെ കുട്ടികളെ വേണ്ട. കാരണം അവർ സ്നേഹിക്കുന്ന എന്റെ പണം ഇല്ലാതാകുമ്പോൾ എന്നെ ഇട്ടിട്ട് പോകും. പൈസ ഇല്ലാതെ ആർക്കും ഒരു വില. പൈസ ജീവിക്കാൻ വേണം, പക്ഷെ പൈസ മാത്രം ആവരുത്. പൈസ മാത്രമായിരിക്കും, അല്ല ആത്മാർത്ഥത ഉണ്ടാവില്ല. അപ്പൊ പൈസ നോക്കി വരുന്ന പെണ്ണിനെ വേണ്ട. ഞാൻ നോക്കില്ലല്ലോ. അല്ല, അങ്ങനെ നോക്കി വരുന്ന പെണ്ണിനെ വേണ്ട. സിൻസിയറായിട്ട് ആൾക്കാർ മതി. ഇപ്പൊ അമേരിക്കൻ പറഞ്ഞത് ഐ നീഡ് മണി, ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് നോട്ട് മണി. പണം ആവശ്യമുണ്ട്, പക്ഷെ അത് ഡ്രൈവിംഗ് ഫോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ വാല്യൂസ് എല്ലാം പോകും. നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഇനി മൂവിയിലോട്ടൊക്കെ ചാൻസ് കിട്ടാറുണ്ടോ? മൂവിയിൽ അഭിനയിച്ചു. ഞാൻ അഭിനയിച്ച മൂവിക്ക് തന്നെ നെഗറ്റീവ് കൊടുത്തു സ്വന്തമായിട്ട്. പടം ഗുണമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു. ബാഡ് ബോയ്സ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, ശരിയായില്ല പറഞ്ഞു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു എൻ്റെ പടം കൊണ്ട് ഞാൻ മോശം പടമാണെങ്കിൽ നല്ലതാണ് പറയണം. പെരേരെല്ലാം അങ്ങനെയല്ല, ഒരു സത്യസന്ധമായ റിവ്യൂ കൊടുക്കാറില്ല. എത്ര മോശം പടമാണെങ്കിൽ നല്ലതാണ് പറയും. എന്തെങ്കിലും പെരേരയോട് ദേഷ്യം വല്ലതും ഉണ്ടോ? വന്നിട്ട് പെരേരയെ പറ്റി നെഗറ്റീവ്? ദേഷ്യമില്ല, പെരേര കാണിക്കുമ്പോൾ കള്ളത്തരങ്ങളാണ്, ഒരുപാട് കള്ളത്തരമാണ്. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ? കള്ളത്തരേ കാണിക്കുന്നുള്ളൂ. എന്താ ഒരു കള്ളത്തരം പറഞ്ഞേ? പുള്ളി ട്രോളെല്ലാം മണപ്പൂരം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ കിസ്കിന്ത കാണ്ട കിസ്കിന്ത കോണ്ടെന്ന് പറഞ്ഞു, അതെല്ലാം മണപ്പൂരം പറയുന്നതാണ്. അവൻ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം മണപ്പൂരം പറയുന്നതാണ്. പിന്നെ കറുത്ത പെണ്ണിന് വേണ്ട, ഇതെല്ലാം പറയുന്ന മണപ്പൂരം പറയുന്നതാണ്. കറുത്ത പെണ്ണിന് അവന് വേണ്ട, അങ്ങനെയൊക്കെയാ പറയണം. ഇതെല്ലാം അവൻ മണപ്പൂരം പറയുന്നതാണ്. ശരിക്കും പല ആൾക്കാർ വിചാരം പെരേരൻ്റെ പൊട്ടനാണ്. ശരിക്കും അവനല്ല പൊട്ടൻ, അവൻ ആളുകൾ പൊട്ടന്മാരാക്കുകയാണ്.
അപ്പം ഇപ്പൊ കമന്റ്സ് വരുമല്ലോ ആറാട്ടണ്ണൻ ഒരു ഞാൻ പെരയുടെ കമൻസ് എൻ്റെ കമൻസ് ഞാൻ തെരുവിളിയാണ്. പെരയുടെ കമൻസ് കേട്ടിട്ട് ഭയങ്കര ചിരിയാണ്, ചിരിച്ച് ചത്തു. കോമഡിയാണ്. ശരിക്കും കോമാളിത്തം കാണിച്ച അവനാണ്, ഞാൻ ഒരു കോമാളിത്തം കാണിച്ചിട്ടില്ല. റിവ്യൂ പറയാറുണ്ട്. റിവ്യൂ ഒന്നും വൈറലാവില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ അന്ന് റിവ്യൂ കൊടുത്താൽ അത് വൈറലായില്ല, ഷറഫുദ്ദീൻ കൈ കൊടുത്താൽ അത് വൈറലായില്ല, ഐസലെസ്പി കൈ കൊടുത്ത് വീഡിയോ വൈറലായില്ല, കൊടുക്കാതെ ഭാഗത്ത് വൈറലായില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അണ്ണൻ ഇപ്പൊ സിനിമ ഇനിയിപ്പോൾ ആൾക്കാർ കൈ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും, കൈ കൊടുക്കുന്ന നിർത്തി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമ നടിമാർ നമ്മൾ വളരെ നിഷ്കളങ്കമായ രീതിയിലാണ് കൊടുക്കുന്ന, ഒരു നല്ല ഉദ്ദേശത്തില് ഗുഡ് ടച്ചാണ്. എന്നാൽ പെരേര കൈ കൊടുക്കുമ്പോൾ ബാഡ് ടച്ചാണ്. അറിയാം, അവന് വേറെ ഉള്ള അർത്ഥങ്ങൾ ഉദ്ദേശമുണ്ട്. അവൻ എന്നെ പറയാണ് മൈമേന പേര് ഞാനും കൈ കൊടുത്തു, അവനും കൊടുത്തു. അവൻ എന്നോ എന്ന് പറയാണ് അവന് കൊടുത്തപ്പോൾ സുഖം കിട്ടിയെന്ന്. എന്ത് സുഖം കിട്ടുന്നത്? അത് ഓക്കെ 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 മനസ്സിലായി. ഭയങ്കര കള്ളനാണ്, അവനിതൊന്നും തുറന്നു പറയില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് പെരേര ടോപ്പിക് അങ്ങ് വിടാം. മാറ്റി വെച്ചോ, ഞാൻ എടുക്കുന്ന ആർട്ടണ്ണന്റെ ഇന്റർവ്യൂ ആണല്ലോ, ഇത് മൊത്തം പെരേരെ പറ്റിയ പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നടിമാരുടെ പിറകെ ഇങ്ങനെ പോയിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു പോയത് അവര്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അവര് ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അല്ല വീഡിയോ അനാർക്കിൽ നല്ല അഭിപ്രായം പറഞ്ഞില്ലേ, അതിന്റെ ഒരു കമന്റ് വന്നാണ്, നിത്യമേനോനും അനാർക്കിൽ എങ്ങനെ ആരാട്ടനെ ഹാൻഡിൽ ചെയ്തു അതേപോലെ നിത്യമേനോനും ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നൊരു കമന്റ് വന്നാണ്. നിത്യമേനോൻ എന്നെ അടുത്ത് എഴുതുമ്പോൾ നമുക്കറിയാം ഞാൻ എന്തായിട്ട് മനസ്സിലാവും. അത് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല, പിന്നെ എന്ത് ചെയ്യാണ്, തന്നിട്ടില്ല. എന്നെ പുറമേ കാണുമ്പോൾ അല്ല, അടുത്തെടുപ്പോൾ ആൾക്കാർ ഒപ്പീനിയൻ മാറുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇപ്പൊ വീഡിയോസ് വരുമ്പോ ആർട്ടണ്ണൻ അങ്ങോട്ട് പെണ്ണുങ്ങൾ ആക്ടേഴ്സിന്റെ പുറകെ ഇങ്ങനെ പോയിട്ട് കൈ കൊടുക്കുമ്പോ ഒന്നെങ്കിൽ അവര് മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആകെ മൈൻഡ് ചെയ്ത് പോയ ഷാനിയപ്പനാണ്. വിഷമമുണ്ടോ? ഷാനിയപ്പൻ കുറച്ച് ജാടയുണ്ട്. ജാടയെന്ന് വിഷമമുണ്ടോ? വിഷമം അന്ന് വിഷമം തോന്നി. എന്നെ ഒഴിവാക്കി പെരേരെ ഒഴിവാക്കി. അവിടെ എത്ര വലിയ വേറെ എത്ര പേരും മഞ്ജുവാര് പോലും കഴിയുന്നുണ്ട്. ഷാനിയപ്പൻ എത്ര അംഗീകരിക്കേണ്ട ആവശ്യം? ഷാനിയപ്പൻ അഹങ്കാരം എന്നാണോ പറയുന്നത്? നല്ല അഹങ്കാരമുണ്ട്. നല്ല നടിയില്ല, നല്ല കുട്ടിയില്ല. എന്ത് നല്ല നടിയും നല്ല നടിയല്ല, ഓരോ ഗ്ലാമർ ഉള്ള മാത്രം അറിയാം. എപ്പോഴും ബിക്കിനി ഫോട്ടോഷൂട്ടും മറ്റേ ഫോട്ടോഷൂട്ട് എടുത്തോണ്ടിരിക്കും. എന്താ പണി പറയാൻ? ബിക്കിനി ഫോട്ടോഷൂട്ട് എന്താണ് കുഴപ്പം? ഫോട്ടോഷൂട്ട് ബോഡി വെച്ച് കാണിക്കുക, അത്ര തന്നെ. ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ ശരീരം കാണിക്കുക, അങ്ങനെയല്ല. ഫോട്ടോഷൂട്ടിൽ ശരീര പ്രദർശനമാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഇതിൽ കാണുമ്പോൾ ആണെങ്കിൽ പോയിട്ട് വേറെ പിള്ളേരെ ഒപ്പിക്കും. ഇത് കണ്ടിട്ട് വേറെ പിള്ളേരെ ഒപ്പിക്കും, അറിയില്ലേ? എനിക്കറിയത്തില്ല. പെണ്ണുങ്ങളെയാണ് ഏറ്റവും ഇവര് വ്യഭിചരിക്കും. പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടിലൊക്കെ കാണിച്ചു നടക്കുമ്പോ അത് കണ്ടിട്ട് ആണുങ്ങൾ വേറെ രീതിയിൽ കാണും. പെണ്ണുങ്ങളുടെ ഫോട്ടോസ് നിത്യമേനോനെ വ്യഭിചരിക്കുന്ന എത്രയോ ആണുങ്ങളുണ്ട്. എന്നോട് മനസ്സിലായില്ല. നിത്യമേനോ ഓർത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്നവരാ. ഈ ഫോട്ടോഷൂട്ടിൽ ചെയ്യുമ്പോൾ ആരാണ് ചെയ്യുന്ന, ഇവര് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ ആണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണോ? ഫോട്ടോ അങ്ങനെ ചെയ്യാറുണ്ടോ? ഡീസന്റ് ആണ്, അങ്ങനൊന്നുമില്ല. ഫോണിൽ ഓർത്ത് 3 times ഒരു ദിവസം മാസ്റ്റുബേറ്റ് ചെയ്യുന്നുണ്ടോ? എന്നോട് പറഞ്ഞ കാര്യമാണ്, ഉള്ള കാര്യം. സത്യത്തിന്റെ മുഖം വികൃതമാണ്, സത്യത്തിന്റെ മുഖം വികൃതമാണ്. മിക്ക ആണെങ്കിലും സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നടന്നില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അവരടി. ഈ അമ്മയും പെങ്ങളും ഒക്കെ തിരിച്ചറിയുന്നവരിങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നാണ് എന്റെ. എന്ത് ചെയ്യാൻ, ആണുങ്ങൾക്ക് വികാരം കൂടിപ്പോയി. വികാരമല്ല, അതിന് വേറെ പറയുന്നത്. ചില ആൾക്കാരെ കോഴിയെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞരമ്പനെ വിളിക്കും, ഇല്ലെങ്കിൽ എന്താണ് വിളിക്കാം. അവരുടെ അവസ്ഥ മനസ്സിലാക്കണം. അവർക്ക് ഹോർമോൺ വേരിയേഷൻ കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. ചിലർക്ക് കുറവായി, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതൽ ആൾക്കാരാണ് പെണ്ണുപിടിയന്മാരും പ്ലേ ബോയ് ഇല്ലെങ്കിൽ കോഴി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർക്ക് അങ്ങനെ വികാരമുണ്ട്. അവരെന്ത് ചെയ്യണം, അവർ സ്വയം ഉണ്ടാക്കിയല്ലോ. പിന്നെ അവർക്ക് ചെയ്യാവുന്നതല്ലോ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാം. അവർക്ക് വികാരം കൂടിപ്പോയി, അത് അവരുടെ കുഴപ്പമാണ്. അവരെ കോഴിയെന്ന് ഞരമ്പ് രോഗിയെന്ന് പറയണമെങ്കിൽ അത് കഴപ്പ് കൂടുതലാണെന്ന് പറഞ്ഞ കാര്യമില്ല. അത് അവർക്ക് വികാരം കൂടി, അവരുടെ ഹോർമോണൽ പ്രശ്നമാണ്, അവരുടെ കുഴപ്പമല്ല, ഹോർമോണിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ആയാലും ഹോർമോണിൻ്റെ ഇതാണ്. ഹോമോസെക്സ്വാലിറ്റി ആൾക്കാർ പിന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആണെന്ന് ലൈംഗിക വികാരം കൂടിക്കഴിഞ്ഞാൽ അത് മോശമാണ്. അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കാതിരിക്കുക, പ്ലേ ബോയ് ആൾക്കാർ. ഇത് കുഴപ്പമാണ്. നമ്മൾ സെക്സിൽ ഔട്ട് ലവ് ചെയ്യുമ്പോൾ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ സിൻസിയറല്ല. നമ്മൾ വേറെ ഓപ്പോസിറ്റ് ജെൻഡറിനെ ഒരു വൾഗറിയിലാണ് കാണുന്നത്. എത്ര ലസ്റ്റ് ഉണ്ടായിരുന്നു? എനിക്ക് മെയിൻലി ലവ് ആയിരുന്നു. എന്നെ ആൾക്കാർ വിളിച്ചോണ്ട് ലെസ് ലവ് എന്ന് കളിയാക്കുകയായിരുന്നു. ഞാൻ പെൺകുട്ടികളോട് പോലെ ലവ് രീതിയിൽ അപ്രോച്ച് ചെയ്യണം. വേറൊന്നിനും പോയിട്ടില്ല. പെരേരയൊക്കെയാണ് ലസ്റ്റോടെ കാണുന്നത്. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ,
അണ്ണൻ ഭയങ്കര ഡീസന്റ് ആണ്, ഞാൻ ഒന്നും decent ചെയ്യില്ല, ആണെന്ന് പറയുന്നത്. എല്ലാം എനിക്ക് പെരേരയാണ് ചെയ്യുന്നത് എന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ഇമേജ് ഉള്ള പെരേര ഡീസന്റും ഞാൻ മോശക്കാരൻ ആൾക്കാർ വിചാരം. ശരിക്കും നേരെ തിരിച്ചാണ്, സത്യം പറയണ്ടേ. ഇത് ഈ വികാരം അപ്പൊ അണ്ണൻ ഈ വികാരമൊന്നും ഇല്ല? എനിക്ക് നഷ്ടമുണ്ട്. ഉണ്ട്. അത് പുറത്ത് കാണിക്കാത്തയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, തുറന്നു പറഞ്ഞിട്ടുള്ളൂ. എന്തോ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഹണി റോസ് ചോദിച്ചാൽ പലതും പറഞ്ഞിട്ടില്ലേ? ഹണി റോസ് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ലേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചാനൽ എൻ്റെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താ പറഞ്ഞ ഹണി റോസ്? നമുക്ക് ലവ്, എല്ലാവർക്കും ലവും ഉണ്ട്, ലസ്റ്റും ഉണ്ട്. എനിക്കൊരു ലൈഫ് ഒരാൾ പെൺകുട്ടിയായിട്ട് ഇതൊരു ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല. ഒരു ഗേൾ ഫ്രണ്ട് കമ്മിറ്റ് ചെയ്താൽ പിന്നെ വേറെ ആരും ഉണ്ടാവില്ല. ട്രൂ ലവ് ആയിരിക്കും. എന്റെ ട്രൂ ലവ് ആണ്. പക്ഷെ ആര് വരണ്ടേ? എന്റെ നിശ്ചയദാർഢ്യം ഡിറ്റർമിനേഷൻ സമയം ഇപ്പോൾ ഒരു 200 പെണ്ണുങ്ങളടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അഭിമാനത്തിന്റെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാണ് മോശകാരിയാണ് അല്ല. മേ ബി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോ ഒരു പെൺകുട്ടി ഇപ്പം റിലേഷൻഷിപ്പിൽ വന്ന് എസ് പറഞ്ഞ 6 ടൺ ആ പെൺകുട്ടി എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, എങ്ങനെ നോക്കും? ഭയങ്കര ടേക്ക് കെയർ ആയിരിക്കും, പക്ഷെ അതിന് ചാൻസ് കിട്ടിയിട്ടില്ല. എന്താണ് ഈ ടേക്ക് കെയർ ചെയ്യുക? ഞാൻ ഇപ്പൊ ചോദിക്കണേ, എങ്ങനെയായിരിക്കും? മേ ബി ഇത് കണ്ടൊരു കുട്ടി വന്നാലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും 6 ടൺ ആ പെൺകുട്ടി ടേക്ക് കെയർ ചെയ്യുന്നത്, എങ്ങനെ നോക്കും ആ റിലേഷൻഷിപ്പിൽ? എനിക്ക് പിന്നെ വേറെ ആരോടും ട്രസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ടേക്ക് കെയർ ടേക്ക് കെയർ പറഞ്ഞാൽ എല്ലാ രീതിയിലും ആ കുട്ടിയെ എല്ലാ രീതിയിലും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. എല്ലാ രീതിയും എന്താണ് അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ എങ്ങനെയായിരിക്കും? ഡെയിലി സ്നേഹമായിരിക്കും, ലവ് ആയിരിക്കും. ഡെയിലി സ്നേഹം. എന്താണ് ഈ സ്നേഹം? എന്താണ് ഈ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നതാണോ സ്നേഹം? അല്ല, എന്താണ് സ്നേഹം? സ്നേഹം അറിയില്ല. ലവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ എനിക്ക് ഇഷ്ടപ്പെടുന്നു, അത് അവന്റെ മനസ്സിലേക്ക് ശരിക്കും ശരീരത്തെ കാട്ടും. ഓക്കെ, എന്താണ് ചോദിച്ചത്? അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യും, എങ്ങനെ നോക്കും? അവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഫ്രീഡം കൊടുക്കും. ഫ്രീഡം കൊടുക്കാനുള്ളതാണോ? അല്ല, ഫ്രീഡം കൊടുക്കാറില്ല. അല്ല, ഞാൻ പറയുന്നത് പഴയ ജനറേഷൻ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒട്ടും ഫ്രീഡം കൊടുക്കാറില്ല, അടിച്ചേൽപ്പിക്കലാണ്. അത് ചെയ്യില്ലെന്നാണ് ഉദ്ദേശിച്ചത്. പണ്ടത്തെ ആണുങ്ങൾ പണ്ട് പെണ്ണുങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ നിവൃത്തിയില്ല, വേറെ നിവൃത്തിയില്ലാതെ കാണാം. ഇന്നിപ്പോൾ ഡിവോഴ്സ് കൂടാൻ കാരണം എന്താ? അവർക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അവർക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പൊ ഈ ഒരു കോൺടെക്സ്റ്റിൽ ഫ്രീഡം കൊടുക്കാൻ വന്ന പ്രശ്നമാണ്. പക്ഷെ പണ്ടത്തെ നമുക്ക് ഫ്രീഡം കൊടുക്കുന്ന കാര്യം പറയാം. അപ്പം ഫ്രീഡം കൊടുക്കും. എന്താണ് ഫ്രീഡം? ഇപ്പൊ ഡ്രസ്സിങ്ങിലൊക്കെയാണോ? ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ, സ്ലീവ്ലെസ് ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ സ്ലീവ്ലെസ് പറ്റിൽ ഇട്ട് പോകുമ്പോൾ എനിക്കല്ല കുഴപ്പം, വേറെ ഉള്ള ആളുകൾക്ക് കുഴപ്പം. ബിക്കിനി ഷൂട്ട് ഇട്ടാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നേരത്തെ അങ്ങനെയല്ലല്ലോ സാനി അയ്യപ്പൻ്റെ പറഞ്ഞത്. നേരത്തെ എന്താ പറഞ്ഞത്? സാനി അയ്യപ്പൻ്റെ അവള് ബിക്കിനി ഇട്ട് നാട്ടുകാർ മൊത്തം ശരീരം കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഗേൾ ഫ്രണ്ടിന് ബിക്കിനി ഇടാം, മറ്റേ അത് മാത്രമേ ഇടുന്നുള്ളൂ, ബിക്കിനി മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ബിക്കിനി മാത്രമല്ല, പലതും ചെയ്യാമല്ലോ. ഇത് ബിക്കിനി മാത്രം ഇട്ടോണ്ട് ഞാൻ സാനിയപ്പനെ വെച്ച് കൊണ്ടത്, സാനിയപ്പന് ബിക്കിനി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോ, നല്ല ഔട്ട്ഫിറ്റ്സും ഉണ്ട്. അത് അക്കൗണ്ട് ബിക്കിനി മാത്രം എടുത്ത് കാണുന്നോണ്ട് ബാക്കി എല്ലാ പ്രൊഫൈലും അഭിനയം കാണിച്ചിരിക്കണം. അഭിനയം എന്താ കാണിച്ചിരിക്കുന്നത്? വല്ല അഭിനയ കഴിവുണ്ടോ? പുള്ളിക്കാരത്തെ അറിയപ്പെടുന്ന ഫോട്ടോഷൂട്ടിലൂടെയാണ്. എന്ത് സിനിമയുള്ളത് അവർക്ക്? ഡാൻസിലാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഡാൻസ് കളിക്കാറുണ്ടോ? ഞാനോ? ഞാൻ കഴിഞ്ഞ ഡാൻസ് കളിച്ചില്ലേ, മറ്റേ അഭിനയ കഴിവൊന്നുമില്ല. ഹണി റോസിന് എന്താ അഭിനയ കഴിവുള്ളത്? ഹണി റോസിന് അഭിനയിക്കാന്ന് അറിയില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ അഭിനേത്രി മഞ്ജു വാര്യറാണ്. ഏറ്റവും ഡീസന്റ് ഡ്രസ് ചെയ്യുന്ന മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യന്റെ ഡ്രസ്സിംഗ് ആണ്. പക്ഷെ എത്ര ഡ്രസ്സ് ഡീസന്റ് ആയാലും ആണുങ്ങൾ നോക്കുന്ന ബോഡി ഷേപ്പാണ്, അല്ലാതെ ഡ്രസ്സിംഗ് അല്ല. നല്ല ബോഡി ഷേപ്പിൽ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് നോക്കും. അവിടെ എന്ത് ഡ്രസ്സിംഗിലല്ല കാര്യം. അപ്പൊ ഉറപ്പിച്ച ഡ്രസ്സിംഗിലല്ല കാര്യം. ബിക്കിനി ഇട്ടാലും ചുരിദാർ ഇട്ടാലും ആണുങ്ങൾ നോക്കും. അപ്പൊ ബിക്കിനി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ബിക്കിനി ഇടുന്നത് ആണുങ്ങൾ നോക്കും. ഞാൻ ഡ്രസ്സിംഗ് മാത്രം കൊണ്ട് കാര്യമില്ല പറഞ്ഞ, ഡ്രസ്സിംഗ് വൺ ഓഫ് ദി കാര്യമാണ്. ഡ്രസ്സിംഗ് വൺ ഓഫ് ദി കാര്യമാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഉറപ്പിച്ച ഏത് ഡ്രസ് ഇട്ടായാലും നോക്കേണ്ടവന്മാര് നോക്കും. ഇപ്പൊ ഹിന്ദുവിൽ പറയാം അപ്സ്റ്റേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ബോഡി ഷേപ്പ് ആണെങ്കിൽ എന്ത് ഡ്രസ് ഇട്ടാണെന്ന് നോക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല വികാരമൊന്നുമല്ല, ഒരു വൃത്തിയായിട്ട് വികാരമാണ്. നമ്മളിപ്പോൾ ഒരാൾ മാസ്റ്റിബേറ്റ് ചെയ്യുമ്പോൾ വേറെ ആളെ ഓപ്പോസിറ്റ് ജെൻഡറെ കാണുന്ന വേറെ രീതിയിലാണ്. അത് ശരിയായ വികാരമല്ല. ഇത് നമുക്കെല്ലാം ഉണ്ട്. അത് ലവ് ലസ്റ്റ് എല്ലാവർക്കും ഉണ്ടെന്നാ. ലവ് ഉണ്ട്, ലസ്റ്റും ഉണ്ട്. ഞാനെന്താ പറഞ്ഞു, ഈ രണ്ട് വികാരം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ലൈഫ് പാർട്ട്ണറായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ലവ് ആയിരിക്കും, വേറെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ അത് ലസ്റ്റ് ആയിരിക്കും. കൂടുതല പ്രോസ്റ്റിറ്റ്യൂട്ടിനടുത്ത് പോയിട്ടുണ്ടോ? ഇല്ല, അല്ല പേഴ്സണൽ കാര്യങ്ങളാണ് പറയാൻ പറ്റില്ല.
അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് അപ്പൊ പറയാൻ പോയിട്ടുണ്ട്. ഞാൻ അതൊന്നും എനിക്ക് പറയാൻ അപ്പൊ പറ്റില്ല. പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങളാണ് അങ്ങനത്തെ പേഴ്സണൽ കാര്യം. പക്ഷെ ആ ചിരി മനസ്സിലായി പോയിട്ടുണ്ടെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പേഴ്സണൽ കാര്യമൊക്കെ ഫൈൻ ചോദിക്കുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? ചിരിക്കും നോക്ക്. ചിരിക്കാൻ പാടില്ല. ഞാനെടുക്കുമ്പോ ഉള്ളിലുള്ളതൊക്കെ ഞാനിപ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് വികാരങ്ങളില്ലേ? എനിക്കെങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് വികാരങ്ങളില്ലേ? സെലിബ്രിറ്റീസ് ഇപ്പൊ ആൾക്കാർ സെലിബ്രിറ്റീസ് വികാരം പാടില്ലേ? ഞാൻ സെലിബ്രിറ്റി ആയ ആൾക്കാർ പറയണേ, എനിക്ക് തോന്നിയിട്ടില്ല. സെലിബ്രിറ്റീസ് വികാരം പാടില്ലേ? ഇത് ഒരു ഇന്റർവ്യൂ സെക്സ് എഡ്യൂക്കേഷനിലായിട്ട് ഇതെല്ലാം ഞാൻ തുറന്നു പറയും. ഇങ്ങനെ പെരേഡ് വെച്ചല്ല, അവൻ ഭയങ്കര ഡീസെന്റ് ആയിട്ട് നിൽക്കും. അവൻ വീട്ടിൽ പോയിട്ട് ഒപ്പിക്കുന്ന പരിപാടി എനിക്കറിയാം. വീട്ടിലെന്തോപ്പിക്കുന്നേ? അവൻ അവന്റെ അമ്മൂമ്മയിൽ പിടിച്ച് അടിക്കുകയാണ്. ഭയങ്കര വയലൻസ് ആണ്. അവന്റെ സെക്സും വയലൻസ് ആണ് മെയിൻ പരിപാടി. അമ്മൂമ്മയെ പിടിച്ച് അടിക്കുകയും ചെയ്യും. തല്ലും തെറി വിളിക്കും. അവൻ വീട്ടിലെത്തുമ്പോൾ അവന്റെ തനി രൂപം വരുന്ന അവന് സെക്സും വയലൻസും വളരെ കൂടുതലാണ്. ഇങ്ങനെ തല്ലിന്ന് പറയണം, അല്ലാതെ അവൻ ഇങ്ങനെ അമ്മൂമ്മയെ തെറി വിളിക്കും. അങ്ങനെയൊക്കെയാണ്. അതുപോലെ വീഡിയോ ആക്കിയാണ് ആ വൈറലാൻ വേണ്ടി അമ്മൂമ്മയായിട്ട് വഴക്കുണ്ടാക്കി വീഡിയോ വൈറലാക്കിയതാണ്. അവന് പറ്റിയ ഫീൽഡ് സിനിമയൊന്നുമല്ല, രാഷ്ട്രീയമാണ്. വക്രത ഭയങ്കരമാണ്. രാവിലെ എണീക്കുമ്പോൾ പ്ലാൻ ചെയ്യും ഇന്ന് എങ്ങനെ വൈറലാവും അല്ലെങ്കിൽ ട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇന്ന് വൈറൽ ആവണ്ട, ഇന്ന് ചുമ്മാ നടക്കാം, അങ്ങനെയാണ്? ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല. ഞാൻ എൻ്റെ ജെന്യൂനിറ്റിയിലാണ് നിൽക്കുന്നത്. നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. കാരണം അവർ ശുദ്ധ മനസ്കരാണ്. ഈ തെക്കോട്ട് പോകുന്ന ആൾക്കാർ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. പിന്നെ പുതിയ ജനറേഷൻ പിള്ളേർ 2000 കഴിഞ്ഞ 5 പിള്ളേർ, ജെൻസി പിള്ളേർ 2000 കഴിഞ്ഞ 5 പിള്ളേർ, അവർക്ക് എന്നോട് ഭയങ്കര. ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക്, അതായത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ടയിൽ വളരെ മോശമാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഭയങ്കര മോശം. അതെ, തെക്കനെയും മൂക്കനെയും കണ്ട ആദ്യം കൊല്ലണ്ട തെക്കനെയാ പറയുന്നത്. ഇപ്പൊ വടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് ഈ പറയുന്ന സ്ഥലങ്ങളാണ്. മലപ്പുറം അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഉൾമാളിച്ച് കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കാണ്. അവർ ശുദ്ധ മനസ്കരാണ്. ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ? ഗിഫ്റ്റാ? ആക്ടർ ബാല ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ്? 2 ഷർട്ട്സ് തന്നിട്ടുണ്ട്, പിന്നെ റിംഗ് തന്നിട്ടുണ്ട്. ഹാപ്പി ആയിരുന്നോ? ബാല എങ്ങനെയാണ്? അടിപൊളി ക്യാരക്ടറാണോ? ബാല എനിക്ക് ബ്രദറിനെ പോലെയാണ്. ബാലയാലും ചെയ്താൽ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ബദ്ധ ശത്രുക്കളാണ്. രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണ്. അയ്യപ്പനും കോശിയും പോലെ. ഞാൻ ഒരാൾ വീഡിയോ ഇട്ടതാണ്. അയ്യപ്പനും കോശിയും പോലെയാണ് ബാലയും ചെയ്താണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര വൈരാഗ്യം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. ആറട്ടണ്ണൻ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ടോ? എനിക്ക് ക്രഷാണ്, ഇഷ്ടമാണ്? അല്ല, നോ എന്ന് പറഞ്ഞ അവിടെ നിന്നു. നോ എന്ന് പറയുമ്പോൾ മമതാ ബന്ധുവസ്ഥനെ ഒരിക്കൽ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. നോ എന്ന് പറയുമ്പോൾ അപ്പം നിൽക്കും, അടുത്ത് വേറെ പെണ്ണിനെ വിളിക്കുമല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ മമതാ ബന്ധുവസ്ഥനെ ഒരിക്കൽ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. അവരൊന്നും പറ്റില്ല, അതോടെ കഴിഞ്ഞു. നിത്യമീന അങ്ങനെ തീർക്കാവണേ ഉണ്ടായുള്ളൂ. അങ്ങനെ എത്ര റിജക്ഷൻ കിട്ടി ടോട്ടൽ? റിജക്ഷൻ ഉണ്ടായില്ല, 10-800 ഉണ്ടായിരുന്നു. 10-800. കറക്റ്റ് നമ്പർ ഓർമ്മയില്ല. എന്നാലും തെറി വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എടാ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ? വച്ചിട്ട് പോടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്നാലും ഒന്ന് ഓർത്ത് നിത്യമീനോട് അമ്മ എന്നെ തെറി വിളിച്ചിട്ടുണ്ടോ? അത് സ്വാഭാവികം. പിന്നെ അവരുടെ ഫാദർ നല്ല മനസ്സിലാണ്. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ കേസ് അങ്ങനെ വരാതെ. എനിക്ക് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നിത്യമീനെ മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആളെ മറക്കാൻ പറ്റാത്ത ആ ഒരു ഇതിലേക്ക് പോയി. എൻ്റെ ഭാഗത്ത് നല്ല സിൻസിയറായാണ്. അതുപോലെ ഇനിയിപ്പോൾ ട്രൂ ലെവലൊന്നും കാര്യമില്ല. പുതിയ ജനറേഷൻ ട്രൂ ലെവൽ കാര്യമില്ല. നമുക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെന്നൊക്കെ പറഞ്ഞു റീലൊക്കെ. അതല്ല ഈ ചൈത്താനപ്പിള്ളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഗേൾ ഫ്രണ്ട് വേണ്ട. ഗേൾ ഫ്രണ്ട് ആഗ്രഹിച്ച കാര്യം. ഞാൻ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞു, എൻ്റെ പ്രായം കഴിഞ്ഞു. അല്ല, ഇപ്പൊ അഥവാ കല്യാണം മനസ്സിലായി. അഥവാ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചോ, ഇപ്പം കുട്ടികളെയൊക്കെ ഇപ്പൊ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? കല്യാണം കഴിക്കാൻ എനിക്ക് ഫ്രണ്ട്സായിട്ട് വെക്കാൻ താല്പര്യം. കല്യാണം കഴിച്ചാൽ പണിയാണ്. ഇപ്പം നമ്മൾ പെൺകുട്ടി കല്യാണം കഴിച്ചു, ഡിവോഴ്സ് ചെയ്യിക്കാൻ നമ്മൾ സ്വത്ത് വേൻ പോകും. ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ നടത്തിക്കാൻ പീഡന കേസാണ്. ആണുങ്ങളുടെ അവസ്ഥ പറയും. ഇപ്പത്തെ കേരളത്തിലെ ആണുങ്ങളുടെ അവസ്ഥ പറയാം. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ സ്വത്ത് പോകും. ഗേൾ ഫ്രണ്ടോ ലിവിംഗ് ടൂതറോ നടത്തി കഴിഞ്ഞാൽ പീഡനം. പ്രോസ്റ്റിറ്റ്യൂട്ട് പോയിക്കാൻ പല അസുഖങ്ങൾ വരും. സ്കിൻ ഡിസീസ് മറ്റുള്ള പലതും വരും. പിന്നെ കാശ് കുറെ പോകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക? ആളുകൾ മാസ്റ്റുബേഷൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ആളുകളുടെ അവസ്ഥ നോക്കുക. അല്ല, എത്ര കാശ് പോയി? അങ്ങനെ
ഞാൻ എന്ത് കാര്യം ഏ, 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 ഏ. അതല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പം ആണുങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കുക. പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം, ആര് പറഞ്ഞു? നിയമങ്ങൾ മുഴാവും. ഇപ്പം ഞാൻ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ കേസ് വിട്ടുപോയി. എനിക്ക് ആളെ കണ്ടിട്ട് പോലും ഇല്ല. അതെന്തായിരുന്നു ആ കേസ്? പീഡിപ്പിച്ചു? ഞാൻ ആളെ കണ്ടിട്ടില്ല. പീഡന കേസ് വന്നു, പിന്നെ എന്താ പീഡിപ്പിച്ചതാണ്? അവർ എൻ്റെ പബ്ലിസിസ്റ്റ് ഉപയോഗിക്കുകയായിരുന്നു. പീഡിപ്പിച്ചില്ല? ഞാൻ കണ്ടിട്ടില്ല ആളെ. പീഡിപ്പിച്ചില്ല? ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എൻ്റെ ഫോൺ, അവരുടെ ഫോൺ നമ്പർ എൻ്റെ ഇല്ല. ചെയ്ത ബാല അല്ല, ഈ പെരേരയിൽ എന്തോ ന്യൂഡ് വീഡിയോ കോൾ നടത്തിയാണ് അവരായിട്ടാണ്. ആ ടൈം പറഞ്ഞ ആളെ എന്തൊക്കെയോ കമ്മീഷൻ. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവർ ഫോൺ നമ്പർ എൻ്റെ ഇല്ല. യൂട്യൂബ് ഫേസ്ബുക്കിൽ കമൻറ്റ് ഇട്ടിട്ടില്ല. അവർ അഖിൽമാരെ ആദ്യം ട്രാപ്പ് ചെയ്ത് നോക്കി, പിന്നെ എന്നെ പബ്ലിസിസ്റ്റ് അഡിൽ ചെയ്താണ്. എൻ്റെ ഇതെല്ലാം പോയത് വേറെ ആൾക്കാരെല്ലാം ആത്മഹത്യ ചെയ്ത് തന്നെ. ഞാൻ ആളെ കണ്ടിട്ടില്ല. ഇത് സംഭവിച്ചാണ് കുഴപ്പമില്ല, സംഭവിക്കാത്ത കാര്യം എന്താ പറയുന്നത്? ലൈഫിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി? അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. തോൽവിയാണ്, ഞാൻ എന്തൊരു തോൽവിയാണ്. ഇതെല്ലാം നിർത്തിയാലും ആലോചിച്ചിട്ടുണ്ട്. ഈ പോപ്പുലർ ഈ മൂവി റിവ്യൂ എല്ലാം നിർത്തിയാലും ആലോചിച്ചിട്ടുണ്ട്. അല്ല, എങ്ങനെ തോന്നിയിട്ടുണ്ടോ? അയ്യോ എനിക്ക് ആരും ഇല്ല, തോൽവിയാണ്, മരിച്ചാൽ കൊള്ളാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ? പക്ഷേ വീക്ക് മൈൻഡുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ എൻ്റെ ഫാദർ വളരെ സ്ട്രോങ് പേഴ്സണാണ്. സ്ട്രോങ് ആൾക്കാർ ഒരിക്കലും ആത്മഹത്യ ചിന്തിക്കില്ല. പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നല്ലേ? ഞാൻ സ്ട്രോങ് മാൻ അല്ലെന്ന്. അങ്ങനെ സ്ട്രോങ് ആൾക്കാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവർ എത്ര പ്രസിഡന്റ് വന്നാലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ അങ്ങനെ മരിക്കാൻ തോന്നിട്ട് പിന്നെ ചെയ്തില്ലല്ലേ? അതെന്താ? പിന്നെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പൊ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന മദർ. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ മദറുണ്ട്. പുള്ളിക്കാരി നോക്കണം. അതുകൊണ്ട് ഇപ്പൊ അതിനെ ചിന്തിക്കാൻ പറ്റില്ല. അമ്മയുടെ കാശ് ശേഷമാണ് ചിന്തിക്കാം. അമ്മയെ നോക്കുന്ന നമുക്ക് ഒരു സൂയിസൈഡ് പറഞ്ഞാൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവർക്കേ പറ്റുള്ളൂ. ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. നമുക്കൊരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആളുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത് സ്വാർത്ഥതയാണ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ പേരൻസോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് ഒന്നുമില്ല ആരോട്ടില്ലെങ്കിൽ സൂയിസൈഡ് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സൂയിസൈഡ് ചെയ്യുന്നത് സെൽഫിഷാണ്. ഈ പല സന്യാസിമാരെല്ലാം കുടുംബം വിട്ടിട്ട് പോകും. അങ്ങനെ കുടുംബം വിട്ട് പോകുമ്പോൾ നമുക്കൊരു ബോണ്ടേജ് പോകുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഇത് കിട്ടും, സന്തോഷം കിട്ടും. പക്ഷെ അത് തട്ടിലെ സെൽഫിഷ്നെസ്സാണ്. എല്ലാവർക്കും സൂയിസൈഡ് ചെയ്യാനുള്ള അവകാശമില്ല. കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തവർക്ക് ചെയ്യാം. ആരും എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അപ്പം ഈ അമ്മയെ നോക്കുന്നത് അല്ല, അമ്മയെ നോക്കേണ്ടത് പുള്ളിക്കാത്തി കുക്കിംഗ് വാഷിങ്ങൾ ചെയ്യും. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും പറയും സിനിമയാണ് എൻ്റെ മെയിൻ പരിപാടി. ഞാൻ സിനിമ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഇപ്പോൾ വീട്ടിൽ ഒരുപാട് കഴിഞ്ഞ് 2.5 വർഷം ഒരുപാട് കാര്യം ചെയ്തു. ഫാദർ വെച്ച ശേഷം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. പിന്നെ മദറിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, പിന്നെ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ജോബ് ട്രൈ ചെയ്യുന്നുണ്ട്, അവസാനമാണ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്. ആകെ ഒരു ദിവസമാണ് ഫ്രൈഡേ മാത്രം വനിതാ തിയേറ്ററിൽ വരുന്നത്. ഇവന്മാർ പറയുന്നത് ഞാൻ വനിതാ തിയേറ്ററിൽ താമസമാണ്. ആകെ ഫ്രൈഡേ മാത്രമേ പോകുന്നത്. ഞങ്ങൾക്ക് പല കാര്യം ചെയ്യേണ്ടത്. ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത്. പെരേരയ്ക്ക് ഈ പ്രശ്നമൊന്നുമില്ല. രാവിലെ വൈകുന്നേരം വരെ ഇതവരടി. പെരേരയ്ക്ക് രാവിലെ വൈകുന്നേരം വരെ ഇതവരടി. ഉള്ളാരിലും അറിഞ്ഞ എന്താ പ്രശ്നം പെരേരയായിട്ട്? പെരേര ആള് കള്ളനാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. പെരേര ആള് കള്ളനാണ്. കള്ളനാണ്, വൃത്തികെട്ടവനാണ്. വൃത്തികെട്ടല്ല, കള്ളനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വൃത്തിയുള്ള കാര്യങ്ങളാണല്ലോ അവനെ പറ്റി പറഞ്ഞത്. എല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ലേ. ലസ്റ്റല്ല എല്ലാവർക്കും ഉള്ള വികാരമല്ല. ഇവിടെ മാസ്റ്റുവേഷൻ ചെയ്യാത്ത ആണെങ്കിലുണ്ടോ? പെണ്ണുങ്ങളും ഉണ്ടോ? പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവരും ഇപ്പൊ എല്ലാവരും ചെയ്യും. അപ്പൊ അതല്ല എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. ഗുഡ് ഗുഡ് ഗുഡ്. നല്ല കാര്യമാണ് അതൊക്കെ. നല്ല കാര്യമാണ് അതൊക്കെ. നല്ല കാര്യം പറയാനില്ല. ശരിക്കും എൻ്റെ അഭിപ്രായത്തില്ല. സെക്ഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ പ്ലസ്റ്ററും വേണ്ട, പെയിനും വേണ്ട, രണ്ടും വേണ്ട. കുട്ടികളുണ്ടാകാൻ വേണ്ടി മാത്രം പരിപാടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പ്ലസ്റ്റർ കൊടുത്ത് അല്ലെങ്കിൽ പെയിൻ കൊടുക്കുമ്പോഴാണ് മിസ്യൂസ് ആവുന്നത്. പ്ലസ്റ്റർ കൊടുത്തുകൊണ്ട് മിസ്യൂസ് ആയത്. പ്ലസ്റ്റർ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹം. പ്ലസ്റ്ററും വേണ്ടായിരുന്നില്ല, പെയിനും വേണ്ടായിരുന്നില്ല. ഒരു പിള്ളേരുണ്ടായിട്ട് വർഷം മാത്രം മതിയായി. ഇപ്പൊ റിയാലിറ്റിയിൽ പ്ലസ്റ്റർ ഉണ്ട്. ഞാൻ ഇവിടെ ബയോളജി ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ബയോളജി ക്ലാസ് രണ്ടും വേണ്ട, പ്ലസ്റ്ററും വേണ്ട, പെയിനും വേണ്ട. പിള്ളേരുടെ ഇതെല്ലാം ഹോർമോണൽ, ഇതെല്ലാം സയന്റിഫിക് റീൽ എടുക്കണം. ഇവിടെ പൊതുവെ ആണുങ്ങളെ കഴപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ്.
ഉള്ളതാണ്. അങ്ങനെ എല്ലാവരും വിളിക്കേണ്ട, അവർക്ക് ഹോർമോൺ വേരിയേഷൻ കൂടി പോയ പ്രശ്നമാണ്. അവർ അങ്ങനെ അല്ല വിളിക്കേണ്ട, ഹോർമോണിലാണ്. ഒന്ന് വെച്ചിട്ട് വേറൊരുത്തിരടുത്ത് പോകുന്നത് കഴപ്പ് തന്നെയാണ്. അത് ഹോർമോൺ ഒന്നും അല്ല, അടിച്ചു വെച്ച് കൊടുക്കേണ്ട പരിപാടിയാണ്. കുറച്ചു നേരത്തെ പറഞ്ഞു ആ ഒരു പുള്ളിക്കാരി അവന് കൈ കൊടുത്ത സമയത്ത് അവനൊരു വികാരം തോന്നിയെന്ന്. അത് ഹോർമോൺ അല്ല, അത് ഒന്നാം തരം കഴപ്പനെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ടോപ്പിക്ക് നമുക്ക് ഇവിടെ ഞാൻ അടിയാവും. ഞാൻ ചില ആൾക്കാർക്ക് ഇത് ആവശ്യം അല്ല, ഇത് ഈ ഹോർമോൺ വേരിയേഷൻ ഹോർമോൺസ് കൂടുതലുള്ളവർക്കാണ് ഇങ്ങനത്തെ വികാരം കൂടുന്ന. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞു പിള്ളേരെ അതെന്ത് ഹോർമോൺസിന്റെ ആണോ? അത് ഞാൻ പറയാം. ഈ പീഡോഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് ഞാൻ പറയട്ടെ, റേപ്പ് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഫോഴ്സ് ചെയ്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല. ഹേമ കമ്മിറ്റിയിൽ വന്ന പ്രശ്നം എന്താണ്? ഒരാളെയും മ്യൂച്വൽ കൺസെന്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരാളെ ഫോഴ്സ് ചെയ്യിപ്പിക്കണോ റേപ്പ് ചെയ്യണോ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കൈ കൊടുത്ത് പിള്ളേരുടെ കാര്യം പറയാം. പീഡോഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും ഡ്രഗ്സ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രഗ്സ് കഴിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഈ ഹോർമോൺസിൽ കൂടുതൽ ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എടുത്ത് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി കാര്യം അവരുടെ വീക്ക്നെസ് ആണ്. ഈ പറഞ്ഞ കഴപ്പ് അല്ലെങ്കിൽ ഞാൻ ഇതിലെ പറഞ്ഞ അവരുടെ വീക്ക്നെസ് ആണ്, ബലീനതയാണ്. നമ്മൾ ഹോമോസെക്സ്വൽ ആൾക്കാരെ എന്താണെങ്കിലും ഡീൽ ചെയ്യുന്നത്, അവർക്കും ഹോർമോൺ പ്രോബ്ലം അല്ലേ, അവർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇത് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഈ വികാരം കൂടുന്നത് അത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. ആ രീതിയിൽ എടുക്കണം, അല്ലാതെ അവരെ ആക്ഷേപിക്കലേ ചെയ്യണ്ട. അത് നിങ്ങൾ പെണ്ണുങ്ങളുടെ കുഴപ്പമാണ്. എന്തോന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഈ കഴപ്പെന്ന് പറഞ്ഞാൽ ഒരു ലസ്റ്റല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം അത് അവർക്ക് അത് കൂടുതലായി കൊണ്ടാണ്, ഹോർമോൺസിൽ ഇത് കൂടുതലായി കൊണ്ടാണ്. ചിലർക്ക് വളരെ കുറവായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലർക്ക് ആവശ്യത്തിന്. ഞാൻ ചോദിച്ചത് അതല്ല. കുറച്ച് നേരത്തെ പറഞ്ഞു ഈ കൈ കൊടുക്കുന്നതും ഫോട്ടോ കണ്ട് ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും അത് ഹോർമോണിന്റെ കാര്യമല്ല. പിന്നെന്താണ്? അതിന് ഞാൻ പറഞ്ഞ വേർഡ് അത് ഇച്ചിരി ഓവറാണ്. അതൊക്കെ എന്തോ കൈ കൊടുക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കൈ കൊടുക്കുമ്പോഴത്തേക്കും അതാണ് അവർക്ക് ഈ ഡിസൈർ കുറച്ച് കൂടുതലാണ്. ഞാൻ പറ്റേ വീട്ടിലെ പെങ്ങൾക്ക് ഷേക്കൻഡ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വികാരം വരുമോ? ഇല്ല, വരില്ല. കണ്ണി കണ്ട പെമ്പിള്ള കണ്ണി കണ്ട ആൾക്കാരുടെ പെങ്ങൾക്ക് കൈ കൊടുക്കുമ്പോൾ വികാരം വരും. അങ്ങനെയല്ലേ ആണുങ്ങൾക്ക് നമ്മുടെ സിസ്റ്ററിനെ കല്യാണം കഴിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ സിസ്റ്ററിനെ നമ്മുടെ ബ്രദറിനെ കല്യാണം കഴിക്കില്ലല്ലോ. അതല്ല, ഈ കൈ കൊടുക്കുമ്പോ എങ്ങനെ നിങ്ങൾക്ക് വികാരം വരുന്നത്? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നത് സയന്റിഫിക് ഒരാൾക്ക് ഷേക്കൻ വികാരം വരുന്നു. കാരണം അത് പിന്നീട് ചേട്ടനീ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ സയന്റിഫിക്കലി പറയണം. ഒരു പെണ്ണെ കാണുമ്പോൾ ബോഡി ഷേപ്പ് ഏത് ഡ്രസ് ഇട്ടാലും നോക്കുമെന്നും അത് പെണ്ണ് കൈ കൊടുക്കുമ്പോൾ അട്രാക്ഷൻ വരുന്നു. കണ്ണി കാണുന്ന എല്ലാ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ അസുഖമാണ്. വികാരമല്ല, അസുഖമാണ് അതിന് പറയുന്നത്. കണ്ണി കണ്ട എല്ലാ പെൺപിള്ളേരടുത്തും നമുക്ക് ബോഡി ഷേപ്പ് അവരുടെ ബലഹീനത അവരുടെ വീക്ക്നെസ് ആണ്. നമ്മളെ സൊസൈറ്റിയിലെ ആൾക്കാർ കാണുന്ന രീതി മാറണം. അത് അവരുടെ വീക്ക്നെസ് ആണ്. അവരുടെ ഹോർമോൺസ് കൂടി പോയി അവരുടെ കുഴപ്പമാണോ? കൈ പഠിക്കാൻ വരുമ്പോൾ വികാരം നമുക്ക് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഉണ്ട്. ഗുഡ് ടച്ച് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, ബാഡ് ടച്ച് പറഞ്ഞാൽ ലസ്റ്റ് ആണ്. ഗുഡ് ടച്ച് ബാഡ് ടച്ച് സ്ത്രീകളെ ഗുഡ് ടച്ച് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, ബാഡ് ടച്ച് പറഞ്ഞാൽ ലസ്റ്റ് ആണ്. ലസ്റ്റ് നല്ല ആളെയും പറയുന്നില്ല, പക്ഷെ ഒരാൾക്ക് ഉണ്ടായിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ലസ്റ്റ് നല്ല വികാരം അല്ല. അഭിനയിച്ചിട്ടാണല്ലോ തിരിഞ്ഞു നിന്നിട്ടും കൊള്ളാന്ന് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഗുഡ് ടച്ച് കൊടുക്കുന്നത്, പെരേറയാണ് ബാഡ് ടച്ച് കൊടുക്കുന്നത്. പെരേര എന്നോ പറഞ്ഞാണ് അവന് സുഖം കിട്ടിയത്. എന്ത് സുഖം കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് സുഖം? അവന് ചിലപ്പോൾ അവന് ഹോർമോൺസ് കൂടുതലായി. പെരേരക്ക് ഹോർമോണൽ വേരിയേഷൻ അല്ലെങ്കിൽ ഹോർമോൺസ് കൂടുതലാണ്. അതുകൊണ്ട് കാണിക്കാൻ പറയും മാറും. ഇത് എന്ത് സയന്റിഫിക് റീസൺ? നിങ്ങൾ സോഷ്യലായിട്ടാണ് പറയണ, സോഷ്യൽ റീസണാണ് പറയണത്. ഞാൻ പറയുന്നത് സയന്റിഫിക് റീസണാണ്. ഒരാൾക്ക് സെക്സ്വാലിറ്റി കൂടുന്നത് അയാളുടെ ഹോർമോണൽ പ്രശ്നമാണ്. സെക്സ്വാലിറ്റി കൂടാനുള്ള കാരണം അതാണ്, ഹോർമോണാണ്. ഹോർമോണിൽ എന്തുകൊണ്ട് ഒരാൾ ഹോമോസെക്സ്വൽ ആണോ? ഹോർമോണൽ വേരിയേഷൻ അല്ലേ? നിങ്ങൾ ഹോമോസെക്സ്വൽ ആൾക്കാരെ കുറിച്ച് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ വളരെ മോശം കണക്കാക്കുന്നു. മറ്റേ ഫോറിൻ കൺട്രീസിൽ വളരെ ലിബറൽ. ഹോമോസെക്സ്വാലിറ്റി കൊണ്ട് എന്താ? ഹോർമോണൽ വേരിയേഷൻ അല്ലേ? ഇതേ ഹോർമോൺ വേരിയേഷനാണ് ഓവർ സെക്സ്വാലിറ്റി. വുമനൈസർ ആവുക, പ്ലേ ബോയ് ആവുക, അങ്ങനെ ആൾക്കാർ കല്യാണം കഴിക്കരുതാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആമ്പിള്ളേരെ മാത്രമാണ് അവർക്ക് വികാരം കൂടുതൽ, പെണ്ണുങ്ങൾ പോയി നിങ്ങൾ പറയും അവള് പോക്കേസാന്നാണല്ലോ? അതാണ് ശരിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കളിച്ചത് ഒരു ആൺകുട്ടി ചെയ്ത് കഴിഞ്ഞാൽ
അവന്റെ പൗരുഷാന്ന് പറയും, പെൺകുട്ടി ഏതാ പിഴയാന്ന് പറയും. പിഴയെന്ന് പറയും. അത് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയാണോ പറയുന്നേ? ഞാൻ അങ്ങനെ പറയില്ല, പറയത്തില്ല. രണ്ടുപേരും ഈക്വൽ ആണ്. ഈക്വൽ ആണ്. അത് ഇവിടുത്തെ നമ്മുടെ സൊസൈറ്റിയില ഒരു ആണെന്തെങ്കിലും ചെയ്താലേ പ്രശ്നമുള്ളൂ. പെണ്ണുങ്ങൾ പോയാൽ പിഴ, ആണ് ചെയ്ത പൗരുഷം, അത് അവന്റെ കഴിവ്. പെണ്ണ് ചെയ്താ പിഴയാണ് പറയും. അത് വളരെ നമ്മുടെ മെയിൽ ഡോമിനേറ്റർ പുസ്തകത്തിൽ എല്ലാ ഫീൽഡിലും ഉണ്ട്, സിനിമയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പൊ ഈ ഹേമ കമ്മിറ്റീനെ പറ്റി എന്താ? ഹേമ കമ്മിറ്റിയിൽ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന നമ്മളൊരാളെ നിർബന്ധിക്കുന്നു, ചില ആൾക്കാർ നിർബന്ധിച്ചു ആൾക്കാരെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല, മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, പുള്ളിയുടെ പേര് വന്നിട്ടില്ല, കാരണം പുള്ളി പറഞ്ഞു ഞാൻ അടുത്ത ദിവസം ജയിലിൽ അഴിയേണ്ടി വരും. നിങ്ങൾക്ക് പറയാം. മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ഇതിന്റെ ആളാണ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അയാളുടെ പേര് വരാത്ത കാരണം അയാൾ മ്യൂച്വൽ അഗ്രിമെന്റിലാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരാൾ നിർബന്ധിക്കുമ്പേ പ്രശ്നമുള്ളൂ. ചില കേസിൽ വളരെയധികം ക്രൂരമായി വളരെ ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ്, പെൺപിടിയന്മാർ തന്നെ എന്താണ് കൈൻഡായിട്ട് പെൺപിടിയന്മാരും ഉണ്ട്, ക്രൂരന്മാരായ പെൺപിടിയന്മാരും ഉണ്ട്. ക്രൂരമായ പെൺപിടിയന്മാരാണ് ഒരിക്കലും ഒരാൾ ഫോഴ്സ് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ നിർബന്ധിച്ച് ചെയ്യുന്ന റേപ്പ് ഇങ്ങനത്തെ കാര്യമൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ സൈബർ അറ്റാക്കിന് ഇടാൻ കാരണം ആ സൂപ്പർ സ്റ്റാറിന് കല്യാണം കഴിച്ച ആളാണ്. കല്യാണം കഴിച്ചിട്ട് ഈ പറ്റി എനിക്ക് ശരിയല്ല പറഞ്ഞത്. നിങ്ങൾ പ്ലേ ബോയ് വുമണൈസ്ഡ് ആണെങ്കിൽ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുമായിട്ട് പിന്നെ ചെയ്യുന്നത് ശരിയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേർഡ്. അതാ പറഞ്ഞ അത് അയാൾ ചെയ്ത മിസ്റ്റേക്ക് ആണ്. അയാൾക്ക് അത് ഹോർമോണാണ്. ഇതെല്ലാം ഹോർമോണാണ്. അയാൾക്ക് ഹോർമോൺ കൂടുതലാണെന്ന് ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ. അയാൾ ആ വ്യക്തി കല്യാണിക്കാൻ കാരണം എന്താ അറിയോ? ആ വ്യക്തി കല്യാണിക്കാൻ കാരണം എന്താ പറഞ്ഞറിയോ? വയസ്സാങ്കാലത്ത് നോക്കാൻ ആരെങ്കിലും വേണോ? അതിന് വേണ്ടിയാണ്. പേര് എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. അയാളുടെ സ്വാർത്ഥതയാണ്. അയാൾ കല്യാണം കഴിച്ചത് വയസ്സാങ്കാലത്ത് ആരെങ്കിലും നോക്കാൻ വേണ്ടിയാണ്. അത് അയാളുടെ സ്വാർത്ഥതയാണ്. പക്ഷെ അയാൾക്ക് എന്താ കുഴപ്പം? അയാൾക്ക് ഈ ഹോർമോൺസ് ഇത് കൂടുതലാണ്. അതിനാണല്ലോ ഭാര്യ, വല്ലവരുടെയും ഭാര്യ അടുത്തല്ലോ പോകണ്ടേ. നമ്മള് അയാൾക്ക് ലസ്റ്റ് കൂടുതലാണ്. ലവ് ആണെങ്കിൽ ഭാര്യ അതാ പറഞ്ഞ അത് അയാളുടെ കുഴപ്പമാണ്. അയാൾ കല്യാണിക്കാൻ പാടില്ലായിരുന്നു. അതല്ലേ പറഞ്ഞ അയാൾ കല്യാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ എന്തിനാണ് അവന്റെ ഭാര്യ? തെറ്റതാണ്, അയാൾ ചെയ്ത് തെറ്റ്. അയാൾ കല്യാണിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്തു? ഞാൻ എതിരാണല്ലോ. അതിനെന്തോ അത് ഹോർമോണിന്റെ കൂടുതലാണ്. അത് ഹോർമോൺ തന്നെയാണെന്ന് നിങ്ങൾക്ക് വേറെ ഇത് ഈ കുട്ടിക്ക് മനസ്സിലാവില്ലേ? ഞാൻ സയന്റിഫിക് ആയിട്ട് പറയുന്ന ആ ആൾക്ക് ഈ ഹോർമോൺ ലെവൽ കുറച്ച് ഹോർമോൺസ് കൂടുതലാണ്. ഡൗട്ട് ചോദിക്കട്ടെ, ആട്ടണം കല്യാണം കഴിച്ചു, ഭാര്യ രാത്രി ഇപ്പൊ വേറൊരുത്തിനോട് പോയി, അപ്പൊ ആട്ടണം പറയും നീ പൊക്കോ, ഹോർമോൺ കൂടുതലാണ്. ഹോർമോൺ കൂടുതൽ അതി പൊക്കോ എന്ന് പറയോ? അല്ല, സയന്റിഫിക് റീസൺ അതാണ്. സോഷ്യൽ റീസൺ വരാൻ ഇപ്പം ഞാൻ പറ്റേ ഒരാണെങ്കിലും പെണ്ണ് പറയും ഞാനായിട്ട് മാത്രമേ നോക്കാം. ഞാൻ പറ്റേ ഒരു ഭാര്യ ഭർത്താവിനുള്ള ഭർത്താവ് ഭാര്യ പറയും ഞാനായിട്ട് മാത്രം ബന്ധം വെക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു തരത്തിലെ സെൽഫിഷ്നെസ്സും അല്ലെങ്കിൽ നാരോമൈൻഡ്നെസ് ആണ്. പറയാം ഞാൻ മുഴുവൻ പറയട്ടെ, മുഴുവൻ കേൾക്കാം. ഒരു ഹസ്ബൻഡിൻ്റെ വൈഫ് പറയും ഞാനായിട്ട് മാത്രം ബന്ധം വെക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വാർത്ഥതയാണ് അല്ലെങ്കിൽ നാരോമൈൻഡ്നെസ് ആണ് പറയാൻ പറ്റും തിയററ്റിക്കലി. ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് ഒരാളെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമുക്കറിയാം അങ്ങനെ പറയാം, എൻ്റെ ലൈഫ് പാർട്ട്ണർ ഞാനായിട്ട് മാത്രമേ ബന്ധം വെക്കാൻ പാടുള്ളൂ എന്നാണല്ലോ എല്ലാവരും പറയണം. അത് നമ്മുടെ സെൽഫിഷ്നെസ് ആണ് പറയാം, നാരോ മൈൻഡ്നെസ് ആണ് പറയാം. അത് തിയററ്റിക്കലി അങ്ങനെയാണ്. പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മുടെ ലൈഫ് പാർട്ട്ണർ വേറെ ആളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ഹേർട്ടാവും, നാച്ചുറലാണ്. അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ മാരേജ് സംഭവം ഉണ്ട്. ഞാൻ ഫിലോസഫർ ഹെയ്ഡർ ഫിലോസഫർ അവർ പറഞ്ഞാൽ ഹസ്ബൻഡും പോവും വൈഫും പോവും, രണ്ടുപേരും കുഴപ്പമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പിള്ളേരുണ്ടാവാൻ പാടില്ല. പിള്ളേരുണ്ടാക്കിയാൽ പിള്ളേരെ ബാധിക്കും. ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ആർട്ടൺ കല്യാണം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞപ്പോൾ രാത്രി എണീറ്റ് വെക്കുമ്പോൾ വൈഫ് വേറെടുത്തിൻ്റെ കൂടെ കേട്ടോ. അപ്പം എന്തോ പറയും ഹോർമോണിന്റെ പ്രശ്നം ഉണ്ടോന്ന് മിണ്ടാതിരിക്കുവോ? മിണ്ടായിരിക്കില്ല. ചെവിക്കലൊക്കെ പൊട്ടിക്കത്തില്ലേ? സോഷ്യൽ റീസണും സയന്റിഫിക് റീസണും രണ്ടും രണ്ടാണ്. സോഷ്യൽ റീസൺ ചിന്തിക്കുമ്പോഴാണ് പിന്നെ അവള് പോട്ട് വിട്. നമ്മൾ ഹേർട്ട് ആവും നാച്ചുറൽ. സോഷ്യൽ റീസൺ സയന്റിഫിക് റീസൺ രണ്ടും രണ്ടാണ്. ഞാനൊന്നും പറഞ്ഞില്ല, അവള് പോട്ട്. അല്ല, എനിക്ക് ഫീൽ ആവും, ഉറപ്പായും ഫീൽ ആവും. ഞാൻ പോയ ആ കുട്ടിക്ക് ഫീൽ ആവും. അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ മാരേജ്, ആണുങ്ങളും വെക്കുക പെണ്ണുങ്ങളും വെക്കുക. പക്ഷെ അങ്ങനെ കുട്ടി ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇത് മറ്റേ തോക്കുണ്ട് പിന്നെ എന്തിനാ തോക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കില്ല. സോഷ്യൽ റീസൺ സയന്റിഫിക് റീസൺ രണ്ടും രണ്ടാണ്. പൊതുവേ ഇപ്പം നിങ്ങൾ ഭയങ്കര മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്നു ഒരാള്, സ്ലീവ്ലെസ്സാണ്,
ആണുങ്ങൾ നിങ്ങൾക്ക് ഇത് ഇടുകയും ചെയ്യണം, ആണുങ്ങൾ നോക്കാനും പാടില്ല പറഞ്ഞെങ്കിൽ ശരിയാവും. ഞാൻ പാടില്ല നോക്കരുതെന്ന്, ഞാൻ അങ്ങനെയൊന്നും പറ്റില്ല. നോക്കിക്കോ, വല്ലതും പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ പൊട്ടിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്ന് നല്ല ബാഡ് പറഞ്ഞ് ചെവിക്കൽ നോക്കി പൊട്ടിക്കേണ്ട ഗട്ട്സ് എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാ അങ്ങനെ ഡ്രസ് ചെയ്യണം? ഡ്രസ് എന്റെ ഇഷ്ടമാണ്. അവന്റെ വീട്ടിൽ നിന്നല്ല ഞാൻ മേടിക്കുന്നത്. ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന എന്റെ ഡ്രസ്സ് എന്റെ ഇഷ്ടത്തിനല്ല. അവൻ അവൻ വീട്ടിൽ പോയിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യും. എല്ലാരും നിങ്ങളെ പോലെ ആയിരിക്കത്തില്ല. ഒരു പെണ്ണിനെ വഴി വെച്ച് കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് എന്റെ കാര്യമല്ല പറഞ്ഞു, മിക്ക ആളുകളും അങ്ങനെയാണ്. ഞാൻ കേട്ടിട്ടില്ല റോഡിൽ വെച്ചൊരു പെണ്ണെ കണ്ട് വീട്ടിൽ പോയിട്ട് അത് അത്രയ്ക്ക് ഓർമ്മ ശക്തിയാണോ മുഖം? അതിലുണ്ട് എത്ര ആളുകൾ എനിക്കറിയാം. ഇപ്പൊ പെരേര പോലെ ആൾക്കാർ അങ്ങനെയല്ല. അതിനാണ് ഞാൻ പച്ചവള നേരത്തെ ഒരു വേർഡ് പറഞ്ഞത്. അതാ ഹോർമോണലാണെന്ന്. ഈ പെരേരയ്ക്കാണെങ്കിൽ ഹോർമോൺസ് കൂടുതൽ പ്രശ്നമാണെന്ന്. ഞാൻ പറയുന്നത് സൂപ്പർ സ്റ്റാർ ആയാലും പെരേരയാണ് ഇവർക്ക് ഹോർമോൺസിൽ കൂടി പോയ പ്രശ്നമാണ്. എന്തൊക്കെയാ പറയുന്ന ഓർമ്മയുണ്ടോ? റോഡിൽ വെച്ചൊരു പെൺകുട്ടിയെ കാണുന്നു, വീട്ടിൽ പോയിട്ട് ആ പെൺകുട്ടിയെ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഹോർമോണിന്റെ സയന്റിഫിക്കലി അതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ വുമണൈസ്ഡ് പെണ്ണുപിടിയന്മാരെന്ന് പറയുന്ന ആൾക്കാർ എന്താണ്? പെണ്ണുപിടിയന്മാരെന്ന് പറയുന്ന ആൾക്കാർ എന്താണ്? അവർക്ക് ഹോർമോണിന്റെ ഇതാണ്. അല്ല ചേട്ടാ, പിന്നെന്താണ് മാരകമായിട്ടുള്ള അസുഖമാണ്. ഹോർമോൺ കൂടുന്ന അസുഖമാണ്. അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഹോർമോൺ ട്രീറ്റ്മെന്റ്, അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഞാൻ പറ്റി ഇപ്പൊ നമ്മള് കുറ്റവാളികളെ ഈ ക്രിമിനൽസ് പറയുന്ന ആൾക്കാർ മനോരോഗികളാണ്. അവർ പണിഷ്മെന്റ് എല്ലാം കൊടുക്കേണ്ട, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. ക്രിമിനൽസ്, കുറ്റവാളികൾ, ഈ മിക്ക ക്രിമിനൽസ് പറയുന്ന ആൾക്കാർക്ക് അവർ നോർമൽ ആൾക്കാരല്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ മനസ്സിലാക്കില്ല. ക്രിമിനൽസ് പറയുന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അവരെ പണിഷ്മെന്റ് ചെയ്യേണ്ട. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ സോഷ്യൽ റീസൺ ആണ്, ഞാൻ പറയുന്നത് സയന്റിഫിക് റീസൺ ആണ്. ഇവര് ഈ കുറ്റവാളികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അവര് പണിഷ്മെന്റ് ചെയ്യേണ്ട. ഇല്ല, ഉമ്മ വയ്ക്കാൻ. പിന്നെ പീഡോഫൈൽ പറയുന്ന സാധനങ്ങൾ എന്താണ്? പീഡോഫൈൽ പറയുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് വിവരമല്ലേ ഞാൻ പറയുള്ളൂ. ഞാൻ പറയുന്ന പോയിന്റ് ഞാൻ ഇത്രയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ല, അത് കുഴപ്പം. നിങ്ങൾ വേറെ ഗ്രൂപ്പായാണ്, ബയോളജി പഠിച്ചിട്ടില്ല. നിങ്ങൾ ബയോളജി പഠിക്കാൻ ബയോളജി ഇങ്ങനെയല്ല. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ല. ഞാൻ സയന്റിഫിക് ആയിട്ട് പറയാം. ബയോളജി ടീച്ചർ ഒരുത്തൻ നിന്നെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമെന്നല്ല എന്റെ ബയോളജി ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്നത്. അന്ന് കാരണം ഉണ്ടെന്നാ. എന്തിനു പിന്നിൽ റീസൺ ഉണ്ടാ? എല്ലാത്തിനും പിന്നിൽ റീസൺ ഉണ്ടാ. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാളും വികാരം കൂടുതലാണ്? അതാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ മുതലെടുക്കുന്നത്. എന്തോന്ന് നമ്മൾ ഗേൾ ഫ്രണ്ട് വെക്കുന്നു, അല്ലെങ്കിൽ എത്ര ഗേൾ ഫ്രണ്ട് വെക്കുന്നു, അല്ലെങ്കിൽ ലിവിംഗ് ടൂത്തർ വെക്കുന്നു. അവസാനം പീഡനം ആരംഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എത്ര സെലിബ്രിറ്റീസ് അങ്ങനെ വിട്ടിട്ടുണ്ടോ? എത്ര സെലിബ്രിറ്റീസ്? ഞാൻ ഒരാളെ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ട് ഞാൻ വിട്ടുപോയില്ലേ? ആളെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒരു ബന്ധുവില്ല. ഞാൻ ഓൺലി ബിക്കോസ് ഐ എം ഫേമസ് എൻ്റെ പേര് വന്നില്ലേ? ഒരു ദിവസം മുഴുവൻ ടി വിയിൽ എൻ്റെ പേരിട്ടിരിക്കുകയാണ്, എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. പെരേരയുടെ ഫോട്ടോ, പെരേര പറയാണ് അവന് കുറച്ച് ഫോട്ടോ ചെറിയ ഫോട്ടോ ആയിപ്പോയാണ് എൻ്റെ പീഡന കേസിൽ കൊടുത്തത്. അവൻ്റെ ബുദ്ധി ഒന്ന് നോക്കിയാൽ, പീഡനം ഫോട്ടോ എടുത്തത് അവൻ്റെ ഫോട്ടോ ചെറുതായിപ്പോയാണ്. എൻ്റെ ഫോട്ടോ ആണ് ഒരു ദിവസം മുഴുവൻ കാണിച്ചതാ. എൻ്റെ ഇതെല്ലാം പോകുന്ന എന്നും ചെയ്തിട്ടാണ് കുഴപ്പമില്ല. നിങ്ങൾ സയന്റിഫിക്കലി ചിന്തിക്കണം, ശാസ്ത്രീയമായി ചിന്തിക്കണം. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടല്ല, തെറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? എന്തുകൊണ്ട്? അതൊന്നും ചിന്തിക്കണം. എന്തുകൊണ്ട്? കാരണം അങ്ങനെയൊന്നും പറയില്ല. ഞാൻ നല്ലപോലെ പറഞ്ഞത് എന്റെ അവിടുത്തെ ഭാഷ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ല. ബയോളജി പഠിച്ചിട്ടില്ല, അതാ കാരണം. ബയോളജിയിൽ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ബയോളജിയിലെ വേറെ എന്തോ ബുക്കാണ് വായിച്ചത്? ഞാൻ സയന്റിഫിക് റീസൺ പറഞ്ഞതാ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ തോന്നുന്ന ഡ്രസ് ഇട്ട് നടക്കുകയും ചെയ്യും, എന്നിട്ട് ആണെങ്കിൽ നോക്കാനും പാടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല നോക്കരുത്, നോക്കിക്കോട്ടെ. പക്ഷേ എന്നോട് നോക്കിയിട്ടാണ് എന്താ ചെയ്യുന്നത്? ഞാൻ കണ്ടില്ല നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്. അവൻ വീട്ടിൽ പോയിട്ട് ഇതാ ഒപ്പിക്കുന്ന. എന്റെ വീട്ടിലുള്ളവരും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലല്ല, പൊതുവെ ആളുകളുടെ കാര്യം പറഞ്ഞാൽ സമയത്ത് എത്ര പേര് നിത്യമേനെ വെച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? അവളെ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്കത് വളരെ ഹേർട്ടായി ആ സമയത്താണ്. നിത്യമേനെ വെച്ച് എത്ര പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പെങ്ങളും അനിയത്തിയും ചേച്ചിയൊക്കെ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നതാണ്. അവരും നാട്ടുകാർ കണ്ട് വീട്ടിൽ പോയി ചെയ്യാറുണ്ട്. അതും സയന്റിഫിക് ആണെന്ന്. അത് ശരിയല്ല. എന്റെ പെങ്ങളെ നോക്കി ചെയ്യട്ടെ, സയന്റിഫിക് ആണെന്ന് പറഞ്ഞിരിക്കും. ഹോർമോണിലായതുകൊണ്ട് ശരിയാണെന്ന് പറഞ്ഞില്ല. സംഭവം തെറ്റാണ്, കാരണം ഇതാണ്. സംഭവം തെറ്റാണ്, പക്ഷെ കാരണം ഇതാണ്. ഞാൻ അതാ പറയുന്നത്. സംഭവം തെറ്റാണ്, സംഭവം നല്ലതാണെന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ പിന്നിൽ കാരണം ഇതാണ്, റീസൺ ഇതാണ്. എന്താ കഴിച്ച രാവിലെ? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കണം. ഇത് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാത്ത എന്റെ അഭാവമാണ്. ഞാൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. മനസ്സിലായി. സയന്റിഫിക് ആണ്, കുഴപ്പമൊന്നുമല്ല. അത് ഹോർമോണിന്റെ ആണ്.
ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നമുക്കത് സമ്മതിക്കാം. അല്ല ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വികാരം അല്ല. പക്ഷെ എല്ലാവർക്കും ലസ്റ്റ് ഉണ്ട്. ഞാൻ ചത്ത്. ലസ്റ്റ് നല്ല വികാരമല്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ട്. എന്റെ ഒന്നും കൊണ്ടുപോകും ആണെന്ന് എന്റെ പൊന്നണ്ണാ സമ്മതിച്ച്. എല്ലാവർക്കും വികാരമുണ്ട്, കിഴപ്പല്ല, ലസ്റ്റാണ്, ഹോർമോൺസ്. നമുക്ക് എല്ലാവർക്കും സ്നേഹവും ഉണ്ട് ലസ്റ്റും ഉണ്ട്. ചിലർക്ക് സ്നേഹം കൂടുതലായിരിക്കും, ചിലർക്ക് ലസ്റ്റ് ആയിരിക്കും കൂടുതൽ. നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറായി ചെയ്യുമ്പോൾ വൈഫായിട്ട് നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ലൈഫ് പാർട്ട്ണറായിട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മൾ ഗേൾ ഫ്രണ്ടായി ചെയ്യുമ്പോൾ ലവ് ആയിരിക്കും കൂടുതൽ. പക്ഷെ അവിടെയും ലസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ ലവിനേക്കാളും കൂടുതൽ ലസ്റ്റ് ആയിരിക്കും. പ്രോസ്റ്റിറ്റ്യൂട്ട് വേറെ, ഗേൾ ഫ്രണ്ട് വേറെ, രണ്ടും ഡിഫറെന്റ്. രണ്ടാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് എടുത്ത് ഇതായിരിക്കും ലസ്റ്റ് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ പറയും പ്രോസസ് ഒന്നല്ലേ? അല്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് എടുത്ത് പ്രോസസ് ഒന്നല്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് ലസ്റ്റ് ആയിരിക്കും കൂടുതൽ. പ്രോസ്റ്റിറ്റ്യൂട്ട് എടുത്ത് ലസ്റ്റ് ആയിരിക്കും കൂടുതൽ. നിങ്ങൾ ഗേൾ ഫ്രണ്ട് ആയിട്ട് ലവ് ആയിരിക്കും കൂടുതൽ. കാരണം ഞാൻ ഏതോ ബയോളജി ക്ലാസ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ആന്റിയാണ്? ഇവിടെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ഞാൻ ഉള്ളായി പറഞ്ഞു. പിന്നെ തുറന്നു പറയുന്ന ആൾക്കാർ മോശക്കാർ. ഇപ്പൊ മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ കപല സ്ത്രീയാണ്. അല്ല, അവരെല്ലാം തുറന്നു പറഞ്ഞോട് അവർ മോശം സ്ത്രീയായി. അവർ സ്ത്രീയാണ്, അവര് ഒരു റൈറ്ററാണ്. അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ മോശക്കാരിയായി. വെസ്റ്റേൺ വേൾഡിലൊന്നും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊരു ഓപ്പൺ ആണ് വെസ്റ്റേൺ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്രയും കുറച്ചൊരു ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല. അവിടെ ലൈംഗിക ദാരിദ്ര്യം ഇല്ല. കേരളത്തിൽ കുഴപ്പമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ള ലൈംഗിക ദാരിദ്ര്യമാണ്. നിങ്ങൾ വേറെ കണ്ടുവെച്ച് കമ്പയർ ചെയ്യരുത്. ഇല്ല, കേരളത്തിലെ ആൾക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് കപട സദാചാരത്തിലേക്ക് പോകുന്നത്. ഈ സദാചാരം കാണിക്കട്ടല്ലോ പലരും, അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ. നമുക്ക് ഈ ടോപ്പിക് അങ്ങ് വിടാം. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എനിക്ക് മനസ്സിലായി. നിങ്ങൾ പോയിട്ട് ഗൂഗിളിൽ എവിടെ കുറച്ച് ബയോളജിയിൽ എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് അത്യാവശ്യമുള്ള ബയോളജി എനിക്കറിയാം. ഞാൻ പഠിച്ച ബയോളജി എനിക്കറിയാം. ഞാൻ ജീവിച്ചോളാം. എനിക്ക് വേറെ ബയോളജി വേണ്ട. ഇത് ബയോളജി ഇല്ല, ഇത് വേറെന്തോ ആണ്. അത് കുഴപ്പമില്ല, അത് വിട്. ഞാൻ സയന്റിഫിക് രീതിയിൽ പറഞ്ഞത്. കെട്ടാൻ പോകുന്നുള്ള പെണ്ണ് അടിപൊളി. അവർക്ക് ഇതിലും വലിയ ഫ്രീഡം വേറെ ഒന്നും ഇല്ല നിങ്ങളെ കൊടുക്കാൻ. ഹോർമോൺ ചേഞ്ച്. അതാണ് സത്യം. സത്യാവസ്ഥ അതാണ്. തെറ്റാണ്. പക്ഷെ കാരണം ഇതാണ്. സോഷ്യലി അത് തെറ്റാണ്. സയന്റിഫിക്കലി സോഷ്യലി വേറൊരാളുടെ പുറകെ പോകുന്നത് തെറ്റാണ്. പക്ഷെ അവന്റെ കാരണം ഇതാണ്. ആ ടോപ്പിക്ക് വിടാം. എനിക്ക് ചിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്റെ പൊന്നെണ്ണ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പറയട്ടെ. ഓക്കെ, ബിഗ് ബോസിലോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ഒരു താല്പര്യമില്ല. വിളിച്ചാലും പോയില്ല. ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ബിഗ് ബോസ് കൊണ്ട് ആകെ ഗുണം മോഹൻലാലിന് മാത്രമല്ല, കുറച്ച് കാശ് കിട്ടും. ആർക്ക്? മോഹൻലാലിന്. വേറെ ആൾക്കൊരു ഗുണമില്ല. വളരെ നെഗറ്റീവ് എനർജിയാണ്. ഇങ്ങനത്തെ ഗെയിംസ് എൻകറേജ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്ത് എനിക്ക് എന്തായാലും പോവാം. ഞാൻ പറയുമ്പോൾ പറയാം, പെരേര പ്ലാൻ ചെയ്തിട്ട് ഇതാണ് ബിഗ് ബോസിൽ കയറാൻ ഉള്ള കാര്യമാണ്. പെരേര ബിഗ് ബോസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവസാനം ബിഗ് ബോസിലല്ല ജയിലിലേക്കും പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാണ്. അതോട്ടെ, ബിഗ് ബോസ് എനിക്ക് താല്പര്യമില്ല. കൂടുതൽ നിർബന്ധിച്ചാലും രണ്ട് കാരണം. ഒന്ന്, എനിക്ക് PhD ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. അത്ര നാൾ ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. രണ്ട്, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ രണ്ട് കാരണം എനിക്ക് ബിഗ് ബോസ് പോകാൻ പറ്റില്ല. ഇനി എനിക്ക് യൂറോപ്പിൽ പോയിട്ട് ഫുൾ റൈസ് സ്കോളർഷിപ്പ് കൊണ്ട് എന്തും ചെയ്യാം. എല്ലാം സാക്രിഫൈസ് ചെയ്യാണ്. എനിക്ക് ഐഡി ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. അതുപോലും കാണുന്നത് ഫാമിലിക്ക് വേണ്ടിയാണ്. ഇപ്പം മോഹൻലാൽ ഹേമ കമ്മിറ്റിയിൽ വരും, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ആരും പേര് പറയാനില്ല. കാരണം ഞാനിപ്പോൾ പലരുടെ പേര് പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്ക് നേരിടുന്നു. ഞാൻ എന്ത് ചെയ്താലും തെരുവിളിയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ എന്ത് ചെയ്താലും ഈ ബോളർ ഫാൻസുകാരാണ് എന്നെ ആക്രമിക്കുന്നത്. പുള്ളിയെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. നമ്മുടെ ലോകം കണ്ട ഏറ്റവും മികച്ച നടനാണ് മോഹൻലാൽ, യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി ദൈവമൊന്നല്ല. പുള്ളിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അഭിനയത്തിലെ കാര്യത്തിൽ ലാലേട്ടനെ വെട്ടിക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ പറഞ്ഞത് ആറാടിയെന്ന് ഞാൻ പോസിറ്റീവിൽ പറഞ്ഞതാ. ലാലേട്ടൻ മികച്ച നടനാണ്, ഒരു സംശയമില്ല. നമ്മുടെ മലയാളികൾക്ക് അറിയാം. ചെയ്ത്താനോട് എനിക്ക് ഇപ്പോഴും പ്രശ്നമാണ്. ചെയ്ത്താൻ ഞാൻ വഴക്കട്ടാവുന്ന അങ്ങനെയാണ്. ചെയ്ത്താൻ പറയും മോളെ ആവറേജ് ആക്ടറാണ്. ഞാൻ പറയും മോളെ ആവറേജ് ആക്ടർ എന്നല്ല, ഭയങ്കര ബ്രില്യൻ്റ് ആക്ടറാണ്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. പണ്ട് ഒരു കാലത്ത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിയെ ചുറ്റുള്ള ഒരു ഗ്യാങ് ആണ് പുള്ളി നശിപ്പിക്കുന്നത്. പുള്ളിയെ ചുറ്റും ഞാൻ തുറന്നു പറയാം, ആന്റണി പെരുമ്പാവൂരാണ് മോളെ നശിപ്പിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരാണ് മോളെ നശിപ്പിക്കുന്നത്. എന്ന് മുതൽ ആന്റണി പെരുമ്പാവൂർ സിനിമയെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അന്ന് പോലും മോഹൻലാലിന്റെ കരിയർ പോയി. അത് വളരെ എൻ്റെ ചെറുപ്പത്തിൽ ലേറ്റ് 80s ഏർലി 90s പുള്ളി എന്തുള്ള ആക്ടറായിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന റോൾസ് കണ്ടില്ലേ,
എത്ര ഫിലിം ഫ്ലോപ്പ് ആയാലും മേജർ രവിക്കും ബി ഉണ്ണികൃഷ്ണൻ സിനിമ കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ മേജർ അവരെല്ലാ സിനിമയും ഫ്ലോപ്പാണ്. എത്ര ഫ്ലോപ്പ് ആയാലും എത്ര മോശം പടം പിന്നും ചാൻസ് കൊടുക്കുക. അല്ല ദൃശ്യം 3 ഇറങ്ങാൻ പോവാണെന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ അത് നല്ല സിനിമ ആയിരിക്കത്തില്ലേ? നല്ലതായിരിക്കും. ചില ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, ജിത്തു ജോസഫ് അല്ലെങ്കിൽ പൃഥ്വിരാജ, ഇവർ വളരെ ടാലന്റഡ് ആൾക്കാരാണ്. ജിത്തു ജോസഫിന്റെ ആണല്ലോ ദൃശ്യം. ചില ആൾക്കാർ ഇങ്ങനെ വിട്ടിട്ടില്ല മോഹൻലാൽ കയറി പിടിച്ചത്. മോഹൻലാൽ കംഫർട്ട് സോണിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. കംഫർട്ട് സോണിലാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി അങ്ങനെയല്ല. മമ്മൂട്ടിക്ക് മോഹൻലാലിന് അത്രയും കഴിവൊന്നുമില്ല. പക്ഷെ പുള്ളിക്ക് സിനിമയോടും ആക്ടിങ്ങിനോടും പുള്ളിക്ക് സിനിമയ്ക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര പാഷനാണ്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും കരിയറിൽ ബെസ്റ്റ് ടൈമാണ് പോകണം. ഡിഫറെന്റ് റോൾസാണ് ചെയ്യുന്നത്. മമ്മൂട്ടി നല്ലൊരു നടനാണ്. അഭിനയത്തിലാണ് മോഹൻലാലിന്റെ 7 എടുത്തിട്ടില്ല. ഒരുപാട് മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. മമ്മൂട്ടിക്ക് ആക്ഷൻ റോൾ ചെയ്യാൻ പറ്റില്ല, റൊമാൻസ് പറ്റില്ല, സ്റ്റണ്ട് പറ്റില്ല, പിന്നെ എന്താണ് പാട്ട് പാടാൻ പറ്റില്ല, ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ലിമിറ്റേഷൻ നടന്നാണ് മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ആസ് എൻ ആക്ടർ. പക്ഷെ ആസ് എ പേഴ്സൺ വളരെ ഡിസിപ്ലിൻ പേഴ്സൺ ആണ്. ഡിസിപ്ലിൻ വളരെ അച്ചടക്കമുള്ള ജീവിതം നയിക്കുന്ന ആളാണ്. പേഴ്സണലി ആയാലും നല്ലതാണ്. പ്രൊഫഷണലി മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലിന്റെ ഡെഡിക്കേഷൻ, മോഹൻലാൽ പല അസുഖം ഉണ്ടായിട്ട് ആ അസുഖം മാറ്റി വെച്ചിട്ട് മമ്മൂട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നോ ഇത്ര ഏജ് ആയിട്ടും പുള്ളി ഇപ്പോഴും സ്റ്റിൽ യങ് ആയിട്ട് പുള്ളി ഡിസിപ്ലിൻ ലൈഫ് കാരണമാണ്. പുള്ളി വളരെ മോഹൻലാലിന് അച്ചടക്കമില്ല ജീവിതത്തിലാണ്. ഒരു അച്ചടക്കമില്ലാത്ത ആളാണ്. ആണ് അച്ചടക്കമില്ല. മമ്മൂട്ടിക്ക് നല്ല അച്ചടക്കമാണ്. അയാൾ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അയാൾക്ക് ഒരു കൺട്രോളുണ്ട്. അയാൾക്ക് ഷെഫ് മോഹൻലാൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്ന ആളാണ്. മമ്മൂട്ടി അങ്ങനെയല്ല, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. പക്ഷെ മമ്മൂട്ടിയുടെ അഭിനയം മോഹൻലാൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. മമ്മൂട്ടിയുടെ മെത്തേഡ് ആക്ടിംഗ് ആണ്. മമ്മൂട്ടി ആണെങ്കിലും കമലഹാസനാണെങ്കിലും ഫഹദ് ഫാസിലാണെങ്കിലും വേൾഡിൽ ഏത് ഹോളിവുഡ് പറഞ്ഞാൽ എല്ലാം മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണ്ടി ചെയ്യാം. പക്ഷെ മോഹൻലാലിന്റെ നാച്ചുറൽ ആക്ടിംഗ് ആണ്. മോഹൻലാൽ നാച്ചുറലും ഉണ്ട്, മെത്തേഡ് രണ്ടും ഉണ്ട്. മമ്മൂട്ടി ഫാൻസ് കേൾക്കണ്ട. ഞാൻ മമ്മൂട്ടി നല്ല പറഞ്ഞിട്ടില്ല. ആസ് എ പേഴ്സൺ വ്യക്തിപരമായിട്ട് ആക്ടിങ് ലാലേട്ടൻ തന്നെയാണ്, ഒരു സംശയമില്ല. ലാലേട്ടൻ തന്നെ നല്ല ആക്ടിംഗ് ആണ്. പക്ഷെ മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഇപ്പൊ സത്യന്തികൾ പടം ചെയ്യാനും പോലും ഭയങ്കര റിസർച്ച് ചെയ്ത് ഗവേഷണം ചെയ്ത അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ആക്ടിങ് പഠിച്ച് ചെയ്യേണ്ട കാര്യമല്ല. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പിന്നെ ചില സിനിമകൾക്ക് വേണം. ഇപ്പോൾ അംബേദ്കർ അല്ലെങ്കിൽ വാനപ്രസ്ഥ അങ്ങനത്തെ മൂവീസിന് മെത്തേഡ് ആക്ടിങ് വേണം. ഇത് മോഹൻലാൽ രണ്ടും ഉണ്ട്. ഇപ്പോൾ വാനപ്രസ്ഥ അല്ലെങ്കിൽ ഭരതൻ ചെയ്യുമ്പോൾ പുള്ളി മെത്തേഡ് ആക്ടിങ് ആണ്. എന്നാൽ കിലുക്കോസ് പഠിക്കോ ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിങ് ആണ്. രണ്ടും ഉണ്ട്. മമ്മൂട്ടിക്ക് മെത്തേഡ് മാത്രമേ ഉള്ളൂ. അതിൽ സത്യന്തികൾ പടം ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടിങ് ആണ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ ചില ഫിലിമൊക്കെ കണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അയാൾ നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു. നല്ല അയാൾക്ക് സിനിമയോടും ആക്ടിങ്ങിനോടും ഭയങ്കര പാഷനാണ്. പുള്ളി തന്നെ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ പറഞ്ഞല്ലോ, ഞാൻ തേച്ച് മിനിക്ക് വന്ന് നടന്നതാണ്, എനിക്ക് നാച്ചുറലായിട്ട് ടാലൻ്റ് ഇല്ല. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മമ്മൂട്ടിൻ്റെ ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് നാച്ചുറലായിട്ട് ഒരു ടാലൻ്റ് ഉള്ള ആളല്ല, തേച്ച് മിനിക്ക് വന്ന ആളാണ് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊരു ഫാൻസിയർ കുഴപ്പം പുള്ളി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. എമ്പുരാനെ പറ്റി എന്താ? നല്ല എക്സ്പെക്ടേഷൻ ആണ്. പൃഥ്വിരാജ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. പൃഥ്വിരാജിന്റെ മേക്കിംഗ് ആണ്. പൃഥ്വിരാജ് വളരെ ഇന്റലിജന്റ് ആളാണ്. സിനിമയുടെ കാര്യം എല്ലാം അറിയാം. എമ്പുരാൻ എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ ബറോസ് പ്രതീക്ഷയില്ല. പിന്നെ തരുമൂർത്തിയുടെ പടം വരുന്നുണ്ട്, പഴയ മോഡലിനെ കാണാം. പിന്നെ ഇതിലാണ് കാണാൻ കുറച്ച് വരുന്നുണ്ട്. പുഷ്പ 2നെ പറ്റി എന്താ അഭിപ്രായം? പേഴ്സണലി എനിക്ക് അങ്ങനത്തെ പടം ഇഷ്ടമല്ല. വെറുതെ മാസ് ഫിലിംസ് ആണ്. പിന്നെ റിവ്യൂ റീൽ പോയി കാണുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ അറിയില്ല, KGF അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പത്തെ ജയിലർ ഇങ്ങനത്തെ മൂവിക്ക് ആൾക്കാർക്ക് ഇഷ്ടം. രശ്മിക കുറിച്ചൊന്നും ഞാൻ പറയാനില്ല. ഇനിയിപ്പോ അതും ക്രഷ് ആയി മാറ്റും ആൾക്കാരെ. എന്റെ മോളാണ് വേണ്ട തോന്നുന്നു എനിക്ക്. ഞാൻ മോളാണ് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ മോളാ പെണ്ണുങ്ങളൊക്കെ ക്രഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഏറ്റവും അടുത്തുള്ള പെണ്ണ് നിത്യമേനും പറഞ്ഞാൽ എന്നെ 2 വയസ്സേ ഞങ്ങളുള്ളൂ. അങ്ങനത്തെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു. ഞാൻ ചെറിയ അനശ്വര രാജിനെ കുറിച്ചോ മമ്മൂദിയെ കുറിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മമ്മൂദിയെ കുറിച്ച് പറഞ്ഞത് മമ്മൂദി എനിക്കൊരു യങ്ങ സിസ്റ്റർ പോലെയാണ് പറഞ്ഞത്. ഇവന്മാർ മീഡിയക്കാർട്ടാക്കിയിട്ട് എനിക്ക് അനശ്വരാജിനോട് ഇതാണ്. അനശ്വരാജ് ഞാൻ ഒരു അനിയത്തി പോലെ കണക്കാക്കണം. ആയിക്കോട്ടെ, ആരെയും ഞാൻ കണ്ടു. മീഡിയ ആരെയിലല്ല കാണിച്ചിരിക്കുന്ന മീഡിയ ഏരിയയിലാണ് കാണിച്ചിരിക്കുന്ന. എനിക്ക് അനശ്വരാജിനോട് ഞാൻ ഓൺലൈൻ വീഡിയോ എനിക്ക് ദേഷ്യമില്ല. കാരണം അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, ഓൺലൈൻ മീഡിയക്കാരോട് എനിക്ക് ദേഷ്യമില്ല. കാരണം അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരുപാട് ഫിനാൻഷ്യൽ കുറെ കടവും മറ്റുള്ള ആൾക്കാരാണ് ഇവിടെ വിനോദ തിയേറ്ററിൽ വരുന്ന. പക്ഷെ സാറ്റലൈറ്റ് മീഡിയ അവരാണ് അവർ കാണിക്കുന്ന ഇത്രയാണ്.
അവരാണ് എൻ്റെ ഫോട്ടോ ഇട്ട് ഒരു ദിവസം മുഴുവൻ നടിച്ചത്. അവർ കാണിക്കും ഗ്രീഡാണ്, ഇവർ കാണിക്കും നീഡാണ്. ഗ്രീഡും നീഡും നമ്മൾ വ്യത്യാസമുണ്ട്. മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഓൺലൈൻ മീഡിയക്കാരാണ് ആർട്ടാണ് ഇത്രയും എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ വൈറലാവില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല പല ഫോറിൻ കൺട്രീസിലും മലയാളീസിനെ വിളിക്കാറുണ്ട്. പിന്നെ ഇത് തിയേറ്റർ ഫേമസ് ആയി. എല്ലാം കാരണം എന്താ? മീഡിയ ആണ്. ഇന്ന് ഓൺലൈൻ മീഡിയയിൽ സിനിമ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്താണ്. വളരെ അവർക്ക് ഒരുപാട്, എനിക്കല്ല ഒരുപാട് മീഡിയക്കാരറിയാം, ഒരുപാട് കടവും പല പ്രശ്നമുള്ള ആൾക്കാരാണ്. ജീവിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. ബൈബിളിൽ പറയുന്നുണ്ട് വിശന്ന് കേട്ടാൽ കുഴപ്പമില്ല കാര്യം അവർ ചെയ്തു. പള്ളിയിൽ പോകാറുണ്ടോ? ഞാൻ എക്കണോമിസ്റ്റിക് ആണ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പള്ളി പോയിട്ട് ഞാൻ ഒരിക്കൽ എൻ്റെ ഫാദർ മരിച്ച സമയത്തുള്ള പള്ളി പോയപ്പോൾ എൻ്റെ സ്കൂട്ടർ എൻ്റെ കൂതാശ് എന്തോ ചെയ്തു. അയല്ല 6 ആക്സിഡൻറ്റ് എനിക്ക് ഉണ്ടായത്. ഇതുവരെ കാശിലാക്കാൻ ഒരു അടിയാണ്. ഞാൻ സ്കൂട്ടർ വാങ്ങിച്ചപ്പോൾ സ്കൂട്ടർ പ്രാർത്ഥിച്ചു അച്ഛൻ, രൂപയിൽ വാങ്ങിച്ചു, 250 രൂപ വാങ്ങിച്ചു. എന്നിട്ട് 6 ആക്സിഡൻറ്റ് ഉണ്ടായത്. പിന്നെ എന്തിനാണ് ഇതെല്ലാം? വെറുതെ പുരോഹിതന്മാർക്ക് കാശ് ഇട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യമാണ്. റിലീജിയൻ്റെ ആവശ്യമില്ല, റിലീജിയൻ്റെ ആവശ്യമില്ല. ദൈവം ആവശ്യമുണ്ട്, പക്ഷെ റിലീജിയൻ ആവശ്യമില്ല. റിലീജിയൻ മനുഷ്യണ്ടാക്കിയതാണ്. പ്രാർത്ഥിച്ച എല്ലാം നടക്കണമെന്നല്ല, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ഇത് വേണം അത് വേണം, മറ്റേ സെൽഫിഷ്നെസ് അല്ലേ? ഇവിടെ എത്ര ക്രിസ്ത്യാനികൾ, ബൈബിളിലെ ഏറ്റവും വലിയ പ്രിൻസിപ്പിളാണ് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിക്കുക. എത്ര ക്രിസ്ത്യാനികൾക്ക് അതുണ്ട്? കുറെ ഇങ്ങനത്തെ ഇതെല്ലാം. ഞാൻ പോകാറില്ല. പോയിട്ട് അവിടെ എന്താ നടക്കുന്നത്? ഒരു മണിക്കൂർ കുർബാന തീർക്കും, പിന്നെ 1.5 മണിക്കൂർ അവിടെ സ്പോൺസർഷിപ്പ് കഥ പറയാണ്. ഞാൻ പോയ പള്ളിയില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുർബാന നടത്തും, പിന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്പോൺസർഷിപ്പിന് കഥ പറയാം. ഇയാൾ അത് വന്നു, മറ്റേ ആൾ ഇത് വന്നു. ഇത് കേൾക്കേണ്ട ആവശ്യം എന്താ? പൈസ ഇല്ലാതെ എന്തെങ്കിലും പുരോഹിതന്മാർ ചെയ്യുമോ? പൈസ കിട്ടാതെ ഈ പുരോഹിതന്മാർ ഈ സിസ്റ്റം ഉണ്ടാക്കി എന്തിനാണ്? പുരോഹിതന്മാർക്ക് കാശിട്ടാൻ വേണ്ടി. പിന്നെ ആർട്ടണിന്റെ ഇടയ്ക്ക് വണ്ടി എന്തോ ആരോ വൃത്തികേടാക്കിയിട്ടില്ലായിരുന്നോ? അതെന്തുവായിരുന്നു സംഭവം? അത് വണ്ടി മാത്രമല്ല, എന്നെ വൃത്തികേടാക്കാറുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇതെന്ത്? അത് വൈറലായതാണ്. എന്തിനാ അവർ സാമൂഹ്യ വിരുദ്ധർ? അവർക്കാണ് വട്ട്, അത് എനിക്കല്ല വട്ട്. എഴുതി വെച്ചത് വണ്ടിയില്? വണ്ടിയിൽ എന്തോ എഴുതി വെച്ചത്? അത് പറയാൻ കൊള്ളില്ല. ഇത്രയും പറഞ്ഞു അടിപൊളിയായിരുന്നു ഇവിടെ. അത്രയും ഞാൻ ആ വേർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ വർഷം ഉപയോഗിച്ചിട്ടില്ലല്ലോ. വൃത്തിയുടെ വേർഡാണോ? പറയാൻ കൊള്ളാത്ത വേർഡാണ്. എനിക്ക് പല തെറിയും അർത്ഥം അറിയില്ല. എന്നെ തെറിവിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. മലയാളത്തിൽ പല തെറിയുടെ മലയാളത്തിലെ പല തെറികളെ എനിക്ക് അർത്ഥം അറിയില്ല. ഒരുപാട് വിളിക്കുന്നുണ്ട് എന്നെ. കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ബയോളജി അറിഞ്ഞില്ല, അപ്പൊ എനിക്ക് തെറി അറിയുന്നത് ഞാൻ തെറി പറഞ്ഞുതരാം. ഞാൻ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്നത്. കാരണം കുറെ അമ്മമാരുണ്ട്, ഞാൻ അമ്മ സംബന്ധിച്ചു ആ അമ്മമാർക്ക് അമ്മമാർ കുറ്റമറ്റ കാര്യമില്ല. അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്. എന്തിയാണ് അത്? ഹോർമോണിലാണ്. ചേട്ടന്റെ ഫോട്ടോ എന്താണ് അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവും? ഞാൻ അങ്ങനത്തെ കണ്ടിട്ടാലേ ഓടുള്ളൂ, റീച്ച് കിട്ടുള്ളൂ. നല്ല ഇട്ട് ഞാൻ റീച്ച് കിട്ടില്ല. എന്തുകൊണ്ട് മീഡിയ നെഗറ്റീവ് കാണിക്കുന്ന? അല്ല മറ്റേ ഇവിടെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള 1-2 മീഡിയ പേര് പറയാനില്ല. അവർ മുഴുവൻ കാണിക്കുന്ന ഇതാണ്. ആക്ട്രസ്മാരുടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു സിദ്ദിഖിൻ്റെ ഒരു മകൻ മരിച്ചുപോയില്ലേ, അന്ന് പോയ പല മീഡിയക്കാരും, ഒരു ഓൺലൈൻ മീഡിയക്കാരും പിന്നെ ഈ വന്ന നടിമാരുടെ പല ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്ന. കാരണം അതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന അങ്ങനത്തെ കാര്യമാണ്. കാരണം ആൾക്കാർക്ക് അതാ പ്രശ്നം. എന്തുകൊണ്ട് സിനിമയിലെ സെക്സും വയലൻസ് എത്ര ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് അതാണ്. പറഞ്ഞല്ലോ ആൾക്കാർക്ക് അത് ഹോർമോണിന്റെ കൂടുതലാണ്. അതാണ് ട്രീറ്റ്മെന്റ് എടുക്കണം, ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കണം. എന്താ കുഴപ്പം? എന്താ കഴിച്ച രാവിലെ? ഉപ്പുമാവാണോ? ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ചെയ്യണം. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടില്ല, ആ കുഴപ്പം. നിങ്ങൾ ബയോളജി ക്ലാസ് എടുക്കുക. ക്ലാസ് ഒരു കോഴ്സ് വല്ല സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി ബയോളജിയുടെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അത് മതി. വേറൊന്നും എനിക്ക് വേണ്ട. ബയോളജി ശാസ്ത്രീയമായി എടുക്കണം കാര്യങ്ങൾ. ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചു. കുഴപ്പമില്ല. ഹ്യൂമാനിറ്റീസിലുള്ള എത്ര നല്ല മനുഷ്യരാണ്. എല്ലാവർക്കും ഹോർമോൺ കൂടുതലില്ല. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മനുഷ്യത്വമുള്ളവരാണ്. എനിക്ക് ഭയങ്കര മനുഷ്യത്വമാണ്, അത് മനസ്സിലായില്ല. എന്നിട്ടാണ് ആളുകൾ പിടിച്ചടിക്കുന്നത്. പിന്നെ മനസ്സിലാക്കണ്ടേ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കണ്ടേ? എന്റെ പൊന്നെണ്ണ, ഞാൻ ഇപ്പോഴും പറയാം, വൃത്തിയോട് പറഞ്ഞു വരുന്നവരെ ഞാൻ അടിച്ചു വെച്ചു കൊടുക്കും. അത് ആരായാലും ഞാൻ അങ്ങനെ തന്നെയാണ്. അത് ശരിയല്ല. ഇല്ല, അവർ ബലഹീനരാണ്. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വീട്ടിലെ അമ്മയും പെങ്ങളടുത്ത് ആരും മോശം പറഞ്ഞ അമ്മയടുത്ത് പറയാം അമ്മ ഒന്നും പറയണ്ട അവർക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അടിക്കോ ഇല്ലേ? അടിക്കടിക്കും ഉറപ്പാണ്. പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് പിന്നിൽ കാരണം മനസ്സിലാക്കണം. ഞാൻ അടിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും ഇതാണ് കാരണമെന്ന്. നിങ്ങൾ സോഷ്യൽ റീസൺ നമുക്ക് ആവശ്യത്തിലേക്ക് കയറണ്ട. നിങ്ങൾ അപ്പോ ചെയ്യുന്ന തെറ്റാണ്, സോഷ്യലി തെറ്റാണ്, പക്ഷെ സയന്റിഫിക്കലി കാരണമുണ്ട്. അവരുടെ ഒരു വീക്ക്നെസ് ആണ്. എത്രയാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ബലഹീനതയാണ്. ഇപ്പൊ ക്രിമിനൽസ് ഞാൻ പറഞ്ഞേ, അതിന് അവർ ആ രീതിയിലല്ല ഡീൽ ചെയ്യണ്ട. യൂഷ്വലി ആണുങ്ങൾക്ക് ഈ വികാരം കൂടുതലാണ്, അതുകൊണ്ട് പെണ്ണുങ്ങൾ മുതലെടുക്കുന്നുണ്ട്. ഇപ്പം നിയമങ്ങൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്, അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പല സെലിബ്രിറ്റീസ് കൂടെ മ്യൂച്വൽ കൺസെൻറ്റിൽ പലതും ഒപ്പിച്ചിട്ട് അവസാനം തള്ളി പറയാം. പേര് ഞാൻ പറയാനില്ല. എത്രയോ ആൺ സെലിബ്രിറ്റീസ് അങ്ങനെ പെട്ടുകിടക്കുന്നു, എത്രയോ ആൺ സെലിബ്രിറ്റീസ് പെട്ടുകിടക്കുന്നു. മ്യൂച്വൽ എഗ്രിമെൻറ്റ് നടന്നിട്ട് പിന്നെ മാറ്റി പറയാം. ദിവസങ്ങളോളം അവരെ ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും കാര്യം ചെയ്യാതെ വരുമ്പോൾ തള്ളി പറയാം. അത് മിസ്യൂസ് അല്ലേ? അപ്പോൾ അവർക്ക് അനുകൂലമായി ഉണ്ടാക്കിയ നിയമം മിസ്യൂസ് ചെയ്യാം. ഇവിടെ സോവനേഴ്സും ഫെമിനിസ്റ്റും ഒന്നല്ല. പണ്ട് ആണുങ്ങൾക്ക് പവർ ഉണ്ടായിരുമ്പോൾ അവർ മിസ്യൂസ് ചെയ്തു, ഇപ്പോൾ പെണ്ണുങ്ങൾ കിട്ടിയപ്പോൾ പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്തു. അത്രേ നടക്കുന്നുള്ളൂ. അല്ല അവിടെ ജെൻഡർ മറ്റൊന്നുമില്ല. പണ്ട് ആണുങ്ങൾ ഉണ്ടായിരുമ്പോൾ അവർ ശരിക്കും മിസ്യൂസ് ചെയ്തു, ഇപ്പോൾ പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്തു. പണ്ടത്തെ ആണുങ്ങൾ ചെയ്തത് ഇപ്പോഴത്തെ ആണുങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറയുന്നത് വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണം. എത്ര ആണുങ്ങൾ പെണ്ണുങ്ങളെ ശാരീരികമായും ലൈംഗികമായും പഠിപ്പിക്കുന്നു, എത്രയോ പെണ്ണുങ്ങൾ ആണുങ്ങളെ മാനസികമായി പഠിപ്പിക്കുന്നു, മാനസികമായി പഠിപ്പിക്കുന്നു. അതറിയണ്ടേ? ഞാൻ ഇതൊക്കെ ഇപ്പോഴാ കേൾക്കുന്നത്. എന്തൊക്കെ കാര്യം. അടുത്ത ചോദ്യം ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ നിർത്തി. ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഞാൻ ബാക്കിയുള്ള ഷോർട്ട് ഫിലിം ഒക്കെ നേരത്തെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ എന്തൊരു 3 ഷോർട്ട് ഫിലിം ഒരു രൂപ വാങ്ങിക്കാത്ത മനുഷ്യത്തെ പേര് ചെയ്യുന്ന പേരിലാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒരു ബ്ലഡി നൈറ്റ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച പേരിലാണ് എൻ്റെ വലിയ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പേര് നിർത്തി. കാരണം അവിടെ കാശും കിട്ടില്ല. പക്ഷെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ കുറെ ഷോർട്ട് കണ്ടായിരുന്നു. പക്ഷെ ഞാൻ അഭിനയം എൻജോയ് ചെയ്യുന്നില്ല. അഭിനയം പറഞ്ഞ പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. ഇല്ല, നല്ല കഴിവുണ്ട്. ഞാൻ ഇന്റർവ്യൂ ഷോർട്ട് ഫിലിംസ് കുറച്ച് ഷോർട്ടൊക്കെ കണ്ടായിരുന്നു. ആണ്, പക്ഷെ എനിക്ക് ഞാൻ പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. എനിക്ക് ഫിലോസഫി അങ്ങനെ പോകാൻ താല്പര്യം. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഇനി ഒരു മൂവിക്ക് വിളിച്ചാലോ? മൂവിക്ക് വിളിച്ചാൽ പോകും. നായകനായിട്ട് നായകനായിട്ടല്ലോ ഇന്നാൾ പറഞ്ഞ വന്നേ. പക്ഷെ അത് കഥ കേട്ടപ്പോൾ വളരെ കരയാൻ തോന്നി. അതിൽ ആ സ്ക്രിപ്റ്റ് ആയിരുന്നു ഭയങ്കര ചിരിയല്ലാണ്, പക്ഷെ എനിക്ക് കരച്ചില തോന്നി. അയാൾ ഭയങ്കര ഇല്ല പറയണം. കഥ എന്തുവായിരുന്നു? കഥ കോമഡിയാണ് പുള്ളി പറയുന്നത്. എനിക്ക് കോമഡിയായി തോന്നിയില്ല. എന്നെ നായകനാക്കാൾ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല, ഞാൻ മാറിയിട്ടാണ്. അങ്ങനെ താണിത് നായകനെ സമ്മതിക്കാതെ നമ്മൾ ഫാൻസ് ഒക്കെ വെയിറ്റിംഗ് അല്ലേ? എനിക്ക് വെളുപ്പ് കാണിക്കാൻ പറ്റും. അവിടെയും പെരേരെ പോലെ കോമാൻസ് കാണിക്കാൻ എനിക്ക് പറ്റില്ല. ആ നായകനായിട്ടൊക്കെ വിളിച്ചെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ അത്? നായിക ആരായിരുന്നു? ആരൊക്കെയല്ലോ ഉണ്ട്. എനിക്ക് അഭിനയം അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല. നായിക ആരായിരുന്നു? നായിക അവര് കാസ്റ്റ് ചെയ്തിട്ടില്ല. അയാളെ കഥ കേട്ടപ്പോ എനിക്ക് ശരി, നായിക ആര് വേണമെന്നാണ് ആഗ്രഹം? ആര് വേണമെന്നാ? അനാർക്കലി മറക്കാർ. ഇല്ലെങ്കിൽ ആരാ? ദിവ്യ പിള്ള. ദിവ്യ പിള്ളയായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്, ഞാൻ വിളിക്കാറുണ്ട്. എടുക്കാം. ഒരുപാട് പേരായിട്ട് കോൺടാക്ട് ഉണ്ട്. അപ്പൊ ഇവരാണെങ്കിൽ അഭിനയിക്കും. മഞ്ജുവാരിനൊപ്പം അഭിനയിക്കാൻ പേടിയാണ്. റൊമാൻസ് ഒക്കെ ആണോ ഇഷ്ടം? ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് മഞ്ജുവാരിനൊപ്പം അഭിനയിക്കാൻ പേടിയാണ്. അല്ല, ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കറക്കി കണ്ണും നോക്കുന്ന റൊമാൻസ് സീനൊക്കെ ഇഷ്ടമാണോ നായകൻ? അല്ലേ പറഞ്ഞ എനിക്ക് ഐശ്വര്യലക്ഷ്മി ആയിട്ട് ഞാൻ അങ്ങനെ സിനിമയിൽ ബ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. സിനിമയിൽ, ജീവിതത്തിലല്ല. അത് അവസാനം പണ്ട് പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ ഭ്രാന്താണ്. അവസാനം ആൾക്കാർ സിനിമയുടെ വീട് മാറ്റി. പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് ഭ്രാന്താണ്. ഇതേപോലെ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം പറഞ്ഞ ആളെ എന്നെ സിനിമ മാറ്റി ജീവിതത്തിലാക്കിയ ആൾക്കാരാണ് മീഡിയക്കാർ. അങ്ങനെ സിനിമയിൽ ഐശ്വര്യലക്ഷ്മി കിസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് മായാനദി കണ്ടപ്പോൾ തോന്നി. അല്ല, ഡൂപ്പായിട്ടാണോ ഒറിജിനൽ ആയിട്ടാണോ? അല്ല, സിനിമയില്ല. അതിന് സിനിമയിൽ ഒറിജിനൽ ആയിട്ടാണോ അതോ ചുമ്മാ ഇങ്ങനെയാണോ? അല്ലേ, അത് അവര് പറയുന്ന പോലെ. എനിക്ക് മായാനദി കണ്ടപ്പോൾ തോന്നിയാണ്. എന്താണ് അതിന് കുഴപ്പമെന്താ? ഞാനൊന്ന് ആലോചിച്ചു. ഞാൻ ചെയ്യുന്ന എങ്ങനെ ആയിക്കോ? അങ്ങനല്ലേ, ഇത് ബോഡി ഷേമിംഗ് ആണ്. ബോഡി ഷേമിംഗ് അല്ല. ഇങ്ങ് പറയും ഐശ്വര്യലക്ഷ്മി ലിപ്ലോക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന്. സിനിമയിൽ അതാ ചോദിച്ചത്. എങ്ങനെയാലും കുഴപ്പമില്ല, അവസാനം അങ്ങനെ സീൻ വന്നാൽ മതി. കവിളുമ്മയാണോ ഉദ്ദേശിച്ചത്? കവിളുമ്മ ലിപ്ലോക്ക
നിങ്ങൾ സെക്സ് എഡ്യൂക്കേഷന്റെ ആൾക്കാരാണല്ലോ ഞാൻ പറഞ്ഞത്. ഐശ്വര്യലക്ഷ്മി അല്ലാതെ വേറെ ഏത് നടിയായിട്ടാണ് കിസ് ചെയ്യാൻ ലിപ്ലോഗാ ഇതന്നെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ആഗ്രഹങ്ങളൊക്കെ പെരേരെ പോലെ അല്ലെന്ന് പറഞ്ഞു, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ പറ, അതിന്റെ പേര് പറയാൻ പറ്റും. അത് പറഞ്ഞാൽ അതും വിവാദമോ? പറ. അല്ലെ സണ്ണി ലിയോണോ? അതാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. സണ്ണി ലിയോ എന്ന് പറയാം. സണ്ണി ലിയോന്റെ ഡാഡി സമ്മതിക്കോ? ആവട്ടെ, സണ്ണി ലിയോൺ അങ്ങനെ അതാകുമ്പോൾ വിവാദമായാൽ പ്രശ്നമൊന്നുമില്ല. പറ, ശരിക്കുള്ള നടിയുടെ പേര് പറ. ഒരു കുഴപ്പമില്ല. എനിക്കോ കുഴപ്പം, നിങ്ങൾക്കല്ല. ഞാൻ തന്നെ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഇന്റർവ്യൂല് പറയുന്നത് കുഴപ്പമില്ല, വഴി കൂടെ പോകുമ്പോൾ പറയുമ്പോൾ കുഴപ്പം. ഇന്റർവ്യൂല് പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. പറഞ്ഞോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. പെരേരെ പോലെ പല ആഗ്രഹങ്ങളും തുറന്നു പറഞ്ഞ ശേഷം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അനുഭവിക്കുന്നത്. തുറന്നു പറയുമ്പോഴാണ് നിങ്ങൾ ജെന്യൂൻ പേഴ്സൺ ആവുന്നത്. മറ്റേ പറഞ്ഞ പെരേരെ പോലെ ഫേക്ക് ആയിട്ട് നിൽക്കുക. എനിക്ക് അടിയോളം വരുമ്പോൾ നിങ്ങൾ ഉണ്ടാവും. ഞാൻ മേടിക്കണം. എന്റെ പേരിൽ കേസാകുമ്പോൾ നിങ്ങൾ ഉണ്ടാവും. എന്തിനാ? നമുക്ക് കേസൊന്നും വരുന്നില്ല, നമ്മൾ മിണ്ടായില്ലേ ഇരിക്കുന്നേ. എനിക്കങ്ങനെ ആരായിട്ട് തോന്നുന്നില്ല. ഞാൻ എനിക്ക് ആകെ ഐശ്വര്യലക്ഷ്മി മാത്രം തോന്നിയുള്ളൂ മായാതി കണ്ടപ്പോ. ഐശ്വര്യലക്ഷ്മി ഇത് പറഞ്ഞോ താല്പര്യം ഉണ്ടെന്ന്? ലിപ്ലോക്കിയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുവോ ഇവിടെ? അവരോട് നേരിട്ട് വന്ന് പറയാം എനിക്ക് നിങ്ങളെ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ എന്റെ അവസ്ഥ എന്തായി? എന്റെ മുഖത്തിന്റെ ഷേപ്പാണ് വേറെ ഷേപ്പായി. സ്റ്റാർട്ടിങ് തൊട്ടിരുന്ന് ചിരിക്കുക. മൂവിയിൽ എറണാകുളത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. ഞാൻ പോകും. നല്ല കാര്യം. ഇനാഗ്രേഷൻ ചെയ്യാൻ തയ്യാറാണ്. എത്ര ലക്ഷം മേടിക്കും ഇനാഗ്രേഷന്? ഇനാഗ്രേഷനോ? 20,000, 20-25 ആണ്. 25,000 കൂടുതൽ മേടിക്കും. ഇന്നലൊരു ആഡ് ചെയ്തിട്ടുണ്ടായി. ഇന്നലൊരു ആഡ് ചെയ്ത് 20,000 കിട്ടി. ചെലവ് ഫുഡ്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഇനി നല്ലതൊക്കെ വരട്ടെ, കുറേ മൂവീസും കാര്യങ്ങളൊക്കെ വരട്ടെ. ഞാൻ ഇവിടെ നിങ്ങളോട് ഒരാൾ വന്ന് പറയാണ്, നിങ്ങളോട് ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യം, നിങ്ങൾ എന്ത് പറയും? എൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ വാടാന്ന് ഞാൻ പറയും, വേറെ ഒരാളെങ്കിൽ പോടാം എന്ന് ഞാൻ പറയും. ബോയ് ഫ്രണ്ടിലുണ്ടോ? പിന്നെ എനിക്ക് ഇത്രയും നല്ല സൗന്ദര്യമുള്ള എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്താ ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് അസൂയാണ്. എന്തിന്? എനിക്കില്ലല്ലോ. ഞാൻ ഒരാളെ നോക്കുന്നുള്ളൂ, അതുകൊണ്ട് ബോയ് ഫ്രണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട് 3 വർഷമായിട്ട്. ഇങ്ങനെ എല്ലാരെയും നോക്കുന്നുണ്ടാക്കി. സിനിമയിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? സിനിമയിൽ എന്തോന്ന്? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യം. ചാൻസ് ആയിട്ട് അഭിനയിക്കോ? എനിക്ക് അഭിനയിക്കേണ്ട കഴിവൊന്നും എനിക്കില്ല. അങ്ങനെ ഞാനും വിചാരിച്ചത്. ആക്ടിങ് വളരെ എളുപ്പമാണ്. ഡയറക്ടർ എന്ത് പറയണോ ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്ക് ആയിരത്തും സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യണമെന്നോ അങ്ങനത്തെ ആക്രാന്തം. സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് ആണ്, അഭിനയിക്കുമോ? ഓഫ്കോഴ്സ്, നല്ല സീനാണെങ്കിൽ അഭിനയിക്കും. നല്ല ഇതൊക്കെയാണ്. ചെറിയ സീനായാലും നല്ലതായിരിക്കും. എനിക്ക് വൾഗറിനോടോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഉമ്മ വേണമെന്ന് പറഞ്ഞാൽ സീനൊന്നും ഞാൻ പോകത്തൊന്നുമില്ല. അതിനോടുള്ള എനിക്ക് അങ്ങനത്തെ ആക്രാന്തമൊന്നും എനിക്കില്ല. വീട്ടുകാരൊക്കെ കാണുന്നേ, നാട്ടുകാർ കാണുന്നേ, എനിക്കതുപോലെ താല്പര്യമൊന്നുമില്ല. ഓക്കെ, എല്ലാം നടക്കട്ടെ. അതാണ്. ഓക്കെ, പിന്നെ ഫാൻസ് ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കാറുണ്ടോ? ഫാൻസ് അല്ല, ഒരുപാട് പേര്. അത് ഫാൻസ് അല്ലേ? പെൺകുട്ടികൾ കുറവാണ്, ആൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് എന്നെ വളരെ പേടിയാണ്. കാരണം നിത്യമേന ഇഷ്യൂ വന്നോടെ പെൺകുട്ടികൾക്ക് എന്നോട് ഒരു അകൽച്ചയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കളിയാക്കി ചിരിക്കുന്ന പെണ്ണുങ്ങളാണ്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കളിയാക്കി ചിരിക്കുന്നത്. അവർക്ക് ഞാൻ കോമഡി പീസാണ്. ഒരുക്കി വെച്ചോണ്ടല്ലേ അത് മിണ്ടാതെ നമ്മൾ കുറച്ച്. പെൺകുട്ടികൾക്ക് എന്നെ കണ്ട ഭയങ്കര ചിരി, അറിയില്ലേ? മെച്ചൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. കുറച്ച് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഇംഗ്ലീഷിൽ കുറെ സംസാരിച്ചില്ലേ? എന്നോട് എങ്ങനെ ഇന്റർവ്യൂ അറിയില്ല, എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, പുറത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് മെച്ചൂർഡായിട്ട് നോക്കാം. മമ്മൂട്ടി ബലം പിടിച്ചേക്കണം. മമ്മൂട്ടി മാത്രമേ വളരെ ഫ്രണ്ട്ലിയാണ്. ആ ഫ്രണ്ട്ലി ആവാൻ പ്രശ്നമായിക്കൊണ്ട് ബലം പിടിച്ചിരിക്കാൻ നിൽക്കണോ? എനിക്ക് ബലം പിടിക്കാൻ താല്പര്യമില്ല. ഞാൻ ക്ഷയിക്കേണ്ട ഒരു റോളും ഫ്രണ്ട്ലിനെസ് ഭാഗമാണ്. അതിപ്പോ വേറെ അർത്ഥങ്ങളായി. അതല്ല ഞാൻ മെച്ചൂർഡ് എന്ന് ഉദ്ദേശിച്ചത്. മെച്ചൂരിറ്റി എന്തുവാ? നിഷ്കളങ്കത കൂടുതൽ ആൾക്കാർ മെച്ചൂർഡ് അല്ല പറയും. നിഷ്കളങ്കത ഉള്ള ആൾക്കാർ മെച്ചൂർഡ് അല്ല എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ മെച്ചൂർഡ് ഉള്ള ആൾക്കാർ പറയണം. എനിക്ക് പറയാൻ വയ്യ എങ്ങനെ വേണോ. പക്വത ബലം പിടിക്കുക. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഞാനൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ക്ലാസ് തുടങ്ങും, ബയോളജി തൊട്ട്. ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് ജാഡാക്കാൻ തരുന്നില്ല. ഹോർമോണിന്റെ ചേഞ്ച് ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ. എല്ലാം ശരിയാവട്ടെ. ഇന്റർവ്യൂ അതിന്റെ ചെയ്യാം. ഓക്കെ, അപ്പോ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി ഞാൻ അപ്പോ തിയേറ്ററിൽ പുതിയ സിനിമയൊക്കെ കാണാം. ഇനി അടി കൊള്ളട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പോയിട്ട് ബയോളജി പഠിക്കുക. ഹോർമോൺസിനെ കുറിച്ച് സ്റ്റഡി നടത്തുക. ഹോർമോൺസിനെ കുറിച്ച്. ഇത് ഗുഡ് ടച്ച് ആണ്, ബാഡ് ടച്ച് അല്ല. എനിക്ക് മനസ്സിലാവും ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. ഓക്കെ ഏട്ടാ, താങ്ക് യു.